ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. വിശുദ്ധ ദിവസം ദൈവസന്നിധിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടുമ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങളുടെ ഒരു തുടർച്ചയെന്നോണം തന്നെയാണ് ഇന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ചോദിച്ച ചോദ്യങ്ങളിൽ ഇനി 2 ചോദ്യമാണ് അവശേഷിക്കുന്നത്. ആ 2 ചോദ്യത്തിൽ ഒരു ചോദ്യം ഇന്ന് പുറത്തെടുത്ത് അതിൽ നിന്നൊരല്പകാര്യം പറയണമെന്ന് ഉള്ളിലുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ അതിനു മുൻപ് മുഖവരിയായി പറയേണ്ടതുമുണ്ട്. അച്ഛൻ ചോദിച്ച ചോദ്യത്തിനകത്ത് ഇങ്ങനെയാണ് ആ അടുത്ത ചോദ്യം വരുന്നത്: പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധിയും ആദ്യത്തെ വേർപാടും ഇന്നുണ്ടോ? ആദ്യത്തെ വിശുദ്ധിയും വേർപാടും ഇന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ന്യായമായ ചോദ്യമാണ്, മറുപടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മളിങ്ങനെ മറുപടി പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. 10-12 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ 8-10 ചോദ്യങ്ങൾക്ക് ഏതാണ്ട് നമ്മൾ മറുപടി പറഞ്ഞിങ്ങനെ ഇവിടെ എത്തി. ഈ മറുപടികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അച്ഛൻ ചില കമൻസൊക്കെ ആ വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തിയത് നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ചകളിൽ അങ്ങനെ സൂചിപ്പിച്ചിരുന്നു. അച്ഛൻ ഈ ദിവസങ്ങളിൽ തൻ്റെ മെസ്സേജിലൂടെ ഇതിനൊക്കെ വല്ല മറുപടി പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ബിസി ആയിരുന്നു പല നിലകളിൽ. അതുകൊണ്ട് ഒന്നും അന്വേഷിക്കാനോ ഒന്നും ശ്രദ്ധിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സഹോദരങ്ങൾ അറിയിക്കുക. നമ്മൾ ന്യായമായ മറുപടികളാണ് പറയുന്നത്. അദ്ദേഹം ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. സ്വാഭാവികമായി ഉപചോദ്യങ്ങളുണ്ടാകും. ചോദ്യങ്ങൾക്ക് ഉപചോദ്യങ്ങളുണ്ടാകും. മറുപടികൾ തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും ചോദ്യങ്ങൾ വരാം. അത് ന്യായമായ കാര്യമാണ്. നമ്മൾ പറയുന്നതെല്ലാം തൃപ്തികരമാകണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഏതർത്ഥത്തിലാണ് ഗ്രഹിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അത് ഏതർത്ഥത്തിലാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, ഇന്ന ഗ്രൗണ്ടിൽ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഇന്ന വചനപ്രകാരം അല്ലെങ്കിൽ ഇന്ന പശ്ചാത്തല പ്രകാരം അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന് കൂടുതൽ ക്ലാരിഫിക്കേഷൻസൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ ഈ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മുന്നോട്ട് പോയി. ആ വീഡിയോയുടെ അടിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു 1-2 കമൻസ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ കമൻസ് പുറത്തെടുത്തുകൊണ്ട് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചു. ആമുഖത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു വന്നിട്ട് പിന്നത്തേതിൽ അച്ഛൻ്റെ കമൻസ് പുറത്തെടുത്തിട്ട് ആ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാനായിട്ട് ശ്രമിച്ചു. അച്ഛൻ നമ്മോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: ഞങ്ങളൊക്കെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വളരെ അറ്റൻഷനിൽ കുർബാന കൈക്കൊള്ളുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് കിഴക്കുമില്ല, പടിഞ്ഞാറുമില്ല, തെക്കുമില്ല, ഒരു ഓർഡറും ഇല്ല, ഒരു ക്രമവും ഇല്ല, ഒന്നുമില്ല. തോന്നുന്ന പോലെ ഒരുത്തൻ തെക്കോട്ട് തിരിഞ്ഞു നിൽക്കും, ഒരുത്തൻ വടക്കോട്ട് തിരിഞ്ഞു നിൽക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കൂട്ടരാണ് നിങ്ങളെന്ന്. അപ്പോൾ നമ്മളതിനെ ഒരു സർക്കാസം എന്ന നിലയിൽ എടുത്തുകൊണ്ട് അതിൻ്റെ നിലയിൽ തന്നെ ഒരു മറുപടി പറയാൻ ശ്രമിച്ചു. അതായത് അങ്ങനെ തന്നെ ഡയറക്റ്റ് മറുപടിയല്ല പറഞ്ഞത്, പകരം അതിൻ്റെ ഒരു ആത്മീയ വശം പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് നമ്മുടെ കൂട്ടായ്മകളുടെ രീതിയാണ് പറഞ്ഞത്. കൂട്ടായ്മകളിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ മുൻപോട്ട് തിരിഞ്ഞു നിൽക്കും, കുറച്ച് ആൾക്കാർ പുറകോട്ട് വാതിലിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും, കുറച്ച് പേര് വടക്ക് വശത്തെ ജനലിൻ്റെ നേരെ തിരിഞ്ഞു നിൽക്കും, കുറച്ച് പേര് തെക്ക് വശത്തും ജനലൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കും, കുറച്ച് പേര് നടുക്ക് വട്ടം കൂടിയിരിക്കും. ഉയ്യോ, ഇത് എന്നാ കൂട്ടായ്മയത്, നിങ്ങളൊന്ന് ഭാവനേണ്ടത്. കുറച്ച് പേര് മുൻപോട്ട് തിരിഞ്ഞിരിക്കുക, കുറച്ച് പേര് പുറകോട്ട് തിരിഞ്ഞിരിക്കുന്നു, കുറച്ച് പേര് ഇങ്ങനെയൊക്കെ. അത് ചന്തസ്ഥലം പോലെയല്ലേ? അങ്ങനെയാണോ പെന്തിക്കോസ്തുകാർ ഒരുമിച്ച് കൂടുമ്പോൾ ഇരിക്കുന്നത്? എത്ര അച്ചടക്കത്തോടെ ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലായ കാര്യം അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി വിയോജിപ്പുകളുണ്ട് പെന്തക്കോസ്തിലെ പല നടപടിക്രമങ്ങളോടും. ഞാൻ എൻ്റെ പ്രസംഗങ്ങളിലും പഠിപ്പീരുകളിലും അതൊക്കെ പറയുന്നയാളാണ്. പക്ഷേ വളരെ അഭിമാനപൂർവ്വം പറയാവുന്ന കാര്യമുണ്ട്, പല കാര്യത്തിലും അച്ചടക്കമുണ്ട്. അതിപ്പോൾ ഈ പറയുന്ന എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ കാര്യത്തിലും ഒരു അച്ചടക്കമുണ്ട്. ഇപ്പോൾ അവരുടെ പള്ളിയിലാണെങ്കിലും സ്ത്രീകൾ ഒരു സൈഡിൽ, പുരുഷന്മാരൊരു സൈഡിൽ. അതുപോലെ തന്നെ നമ്മളുടെ ചർച്ചസിലൊക്കെ വന്നു കഴിഞ്ഞാൽ സഹോദരിമാരൊരു സൈഡിൽ, സഹോദരന്മാരൊരു സൈഡിൽ, മുതിർന്നവർ കഴിവതും പിന്നിലായിരിക്കും, യൗവനക്കാരായിരിക്കും മുൻനിരയിലേക്ക് വരുന്നത്. തീരെ പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ഇഴഞ്ഞു നടക്കുന്നതും ആ സൈസൊക്കെ ഏറ്റവും മുമ്പിലായിരിക്കും. അവരൊക്കെ ഏറ്റവും മുമ്പിലായിരിക്കും. അപ്പോൾ എത്ര അച്ചടക്കത്തിലായിരിക്കുന്നത്! ഈ ഒരു ഇരിപ്പിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഞാൻ മറുപടി പറഞ്ഞത് അതൊന്നുമല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കോട്ട് ചെയ്തില്ല. നമ്മൾ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം എത്രയേ ഉള്ളൂ: ഞങ്ങൾക്ക് ക്രമമുണ്ടെന്നാണ് പറഞ്ഞത്. ആ ക്രമത്തെ ആത്മീയമായിട്ടാണ് ചിത്രീകരിച്ചത്.
അപ്പം പെന്തക്കോസ്ത് സമൂഹം അവരുടെ ആരാധനാ കാര്യങ്ങളിലൊക്കെ പല കാര്യങ്ങളും അച്ചടക്കം പാലിക്കുന്നുണ്ട്. എന്നാൽ ആരാധനയോടുള്ള ബന്ധത്തിലെ ആത്മീയ വെളിപ്പാടുകൾ പലതും ഇന്ന് കൈമോശം വന്നിട്ടുണ്ട്. കാലത്തിൻ്റെ ആ കുത്തൊഴുക്കിൽ വചനത്തിൻ്റെ വെളിപ്പാടുകളിൽ പല കാര്യത്തിലും മങ്ങലേറ്റിട്ടുണ്ടെന്നുള്ളൊരു സത്യമാണ്. ചില കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ അത് നമുക്ക് പറഞ്ഞ് പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടുത്തെ ക്രൈസ്തവ ലോകം, ഒത്തിരി വർഷത്തെ പാരമ്പര്യം പറയുന്ന ക്രൈസ്തവ ലോകം, അതുപോലെ പെന്തക്കോസ്തുകാരും അവരുടേതായ പാരമ്പര്യം പറയുന്നുണ്ടല്ലോ. എല്ലാ കൂട്ടർക്കും മറഞ്ഞിരിക്കുന്ന അനവധി വചനഭാഗങ്ങളുണ്ട്. ഇന്നും തുറന്നിട്ടില്ലെന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. 2000 കൊല്ലമായിട്ട് ഇന്നും തുറന്നു വരാത്ത അനവധി വേദഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ തുറക്കാത്ത നിലയിൽ തന്നെ തങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ആക്ഷരികമായി അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് അതിൻ്റെ ആത്മീയ വശം അന്വേഷിക്കാതെ പലരും അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാത്തിനും ഒരു ആത്മീയ വശമുണ്ടല്ലോ. നമ്മൾ പുതിയ നിയമ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ പുതിയ നിയമ ക്രിസ്ത്യാനികൾ അതിൻ്റെ ആത്മീയ വശം അന്വേഷിക്കേണ്ടവരാണ്. എന്നാൽ അത് വെളിപ്പെട്ട് കിട്ടാത്തതുകൊണ്ട് കിട്ടിയതുപോലെ പ്രസംഗിച്ചും പറഞ്ഞും പഠിപ്പിച്ചുമൊക്കെ പോകുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അച്ഛൻ്റെ ചോദ്യത്തിന് നമ്മൾ അങ്ങനെ മറുപടി പറഞ്ഞു. ഞങ്ങൾക്ക് ക്രമമുള്ളവരാണ്, ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, ഞങ്ങൾ ആ വീണ്ടെടുപ്പിൻ്റെ മാധുര്യം അനുഭവിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ച് അതുപോലെ തന്നെ വിശ്വാസത്താൽ ആത്മാവിനെ പ്രാപിച്ച് അങ്ങനെ വിശുദ്ധ ജീവിതം നയിച്ച് വല്ല പ്രകാരത്തിലും പൗലോസ് പറയുന്ന പോലെ പിടിക്കാമോ എന്ന് വെച്ച് അങ്ങനെ ഒരു പ്രയാണത്തിലാണ്, അങ്ങനെ ഒരു യാത്രയിലുള്ള ഒരു കൂട്ടം ആളുകളാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അങ്ങനെ നമ്മളതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ആ മെസ്സേജുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ പല പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ. അപ്പോൾ പലവിധമായ കമൻസൊക്കെ അവിടെ നിന്നും വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഈ കമൻസിൻ്റെ കാര്യമൊക്കെ നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, അതിലൊക്കെ എഴുതുന്ന ആൾക്കാർ ഓരോ മനുഷ്യരുടെ വീക്ഷണങ്ങളാണ് എഴുതുന്നത്. അവരുടെ വീക്ഷണങ്ങൾ അത് ഒരാളെ എഴുതുന്നെങ്കിലും ഒരു വലിയ സമൂഹത്തിൻ്റെ വീക്ഷണമായിരിക്കും അത്. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരാളെ പറയുന്നെങ്കിലും 100 പേരുടെ ഉള്ളിലുള്ള ആശയമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ആശയം അവർക്ക് ക്ലിയർ അല്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ഈ മെസ്സേജിൽ വിശദീകരിക്കുന്നത്. എന്തെന്ന് ചോദിച്ചാൽ, ആ കാര്യം തലയിൽ വെച്ചിരിക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ടാകും. അവരുടെ ഉള്ളിൽ അതൊരു പ്രകാശമായി മാറണം. ആ വിഷയം പിന്നീട് അവരങ്ങനെ ചിന്തിക്കരുത്. അതിന് മറുപടിയാണ്. ഒരു എക്സാമ്പിൾ പറയാം. എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, ചോദിക്കുന്നൊരു ചോദ്യമാണ്, ക്രൂശിൽ കിടന്ന കള്ളൻ എന്നാ മാമോദീസ എടുത്തതെന്ന് ഒരു ചോദ്യം ചോദിക്കും. അങ്ങനെയല്ലല്ലോ, ക്രൂശിൽ കിടന്ന കള്ളൻ എന്നാ സ്നാനപ്പെട്ടിട്ടാണോ അയാൾ അങ്ങ് പോയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ അറിവില്ലായ്മ കൊണ്ടുള്ള ചോദ്യമാണ്. പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ആരംഭം കുറിക്കപ്പെടുന്നേ ഉള്ളൂ. ക്രൂശിലെ കള്ളനെന്ന് പറയുന്നവൻ പഴയ നിയമ വിശുദ്ധന്മാരോടാണ് ചേർന്നിരിക്കുന്നത്, അബ്രഹാമിൻ്റെ മടിയിലേക്കാണ് പോയിരിക്കുന്നത്. ആ ഭാഗം അങ്ങനെ സ്പഷ്ടമാകുകയല്ലേ. പിന്നെ മേലെ ചോദ്യം ചോദിച്ചുകൊണ്ട് വരുമോ? മാളികമുറിയിൽ അപ്പോസ്തലന്മാർക്ക് തുറന്നു കിട്ടിയ ബോധ്യങ്ങൾ പ്രകാരം കർത്താവിൻ്റെ സഭ അവിടെ ആരംഭിക്കുകയാണ്. സഭയുടെ ജൈത്രയാത്ര അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ സഭ മുന്നോട്ട് വരികയാണ്. അതാണ് ചരിത്രം, നമുക്കറിയാവുന്ന കാര്യം. പക്ഷെ ക്രൂശിലെ കള്ളൻ അതിനു മുമ്പ് അങ്ങോട്ട് പോയി. ഞാൻ ഇടയ്ക്കൊരു എക്സാമ്പിൾ എന്ന നിലയിൽ അത് പറഞ്ഞത് അനേകർക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ക്രൂശിലെ കള്ളനും ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയും തമ്മിലുള്ള അന്തരം, രണ്ടുപേരുടെയും നില, പ്രോട്ടോകോൾ അനുസരിച്ച് ക്രൂശിലെ കള്ളൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സെയിൻസിൻ്റെ കൂടെയാണ്, ന്യൂ ടെസ്റ്റ്മെൻറ്റ് സെയിൻസിൻ്റെ കൂടെയല്ല അദ്ദേഹം നിൽക്കുന്നത്. വ്യത്യാസമുണ്ട്, കാര്യങ്ങളിലെല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് പല കാര്യങ്ങളും തലയിലിരിക്കുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് അനവധി ചോദ്യങ്ങളും അനവധി കാര്യങ്ങളും പല നിലകളിൽ വന്നു. യാക്കോബായ പക്ഷത്തുള്ളൊരു സഹോദരൻ നേരിട്ട് എനിക്ക് വാട്സപ്പിലൂടെ ചില മെസ്സേജുകൾ തന്നു. വാട്സപ്പിലൂടെ, അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഞാൻ ഈ പറയുന്നതിന് കൗണ്ടർ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഏത് കാര്യമാണ്? അതായത് ഇങ്ങനെ മുന്നോട്ട് പറഞ്ഞു വന്നല്ലോ, ക്രമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ 2-3 ഇൻസിഡൻസ് ഞാൻ പറഞ്ഞു. അതായത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ അവിടെ ചില ആത്മീയ സംഗമങ്ങളിൽ സെക്യുലർ വേൾഡിലുള്ള ചില ആളുകളെ, അഥവാ ചില ആത്മീയ ആചാരന്മാരെന്നൊക്കെ പറയുന്ന അത്തരം ആളുകളെ വിളിച്ച് പ്രസംഗിപ്പിച്ച കാര്യം പറഞ്ഞു. ദലൈലാമ വന്ന കാര്യം പറഞ്ഞു. അബ്ദുൾ സമദ് സമദാനി വന്ന് പ്രസംഗിച്ച കാര്യം പറഞ്ഞു. APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ പ്രസിഡന്റ് വന്ന് അവിടെ സംസാരിച്ച കാര്യം പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വന്നാൽ ഒരു നിരീശ്വരവാദിയാണ് അല്ലേ? അദ്ദേഹം
ഒരു പൂർണ്ണമായ ഒരു ഇസ്ലാം വിശ്വാസി എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു 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 സെമി നിരീശ്വരവാദി എന്നാണ് എൻ്റെ ഒരു അറിവും ചിന്തയും. പൂർണ്ണമായും ശരിയാകണമെന്നില്ല, എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ്. എന്നാൽ അദ്ദേഹം മരിച്ചപ്പോൾ ഇസ്ലാമിക രീതിയിൽ തന്നെയാണ് അടക്കിയതൊക്കെ. അത് അദ്ദേഹം അറിയുന്നില്ലല്ലോ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെയുള്ള കാര്യത്തിനൊന്നും, അവരുടെ മതം പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിലൊന്നും അദ്ദേഹം ഉത്സുകനല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിവേ, എന്തു ആകട്ടെ, ഈ പറഞ്ഞ ആളുകളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അതേസമയം അവർക്കുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവരുടെ പബ്ലിക്കായിട്ടുള്ള പല പ്രോഗ്രാം ഉണ്ട്, അതിലൊക്കെ അവർക്ക് ആരെ വേണേലും വിളിക്കാമെന്നൊക്കെയുള്ള കാര്യവും നമ്മൾ പറഞ്ഞത്. ന്യായമായിട്ട് ഇതൊക്കെ പറയുമ്പോൾ ഇവിടെ പെന്തിക്കോസുകാരുടെ ജനറൽ കൺവെൻഷനുകളിൽ പിണറായി വിജയൻ മുതൽ രമേശ് ചെന്നിത്തല മുതൽ സകല ചെന്നിത്തലകളും തെന്നി വരുന്ന സ്ഥലങ്ങളാണതെല്ലാം. കുമ്പനാട്, പുനലൂര്, മുളക്കുഴ മുതലായ സ്ഥലങ്ങളിൽ നടക്കുന്ന ജനറൽ കൺവെൻഷനുകളിലൊക്കെ രാഷ്ട്രീയക്കാർ കടന്നു വരാറുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ കടന്നു വരാറുണ്ട്. പക്ഷേ അവിടെ ഒരു അന്തരമുള്ളത്, ഈ ആളുകളെല്ലാം ഇത് ചോദിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമുക്കതിലൂടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇവിടെ രാഷ്ട്രീയക്കാർ കടന്നു വരുന്നത് മുമ്പിലിരിക്കുന്ന വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്, ആ വോട്ട് ബാങ്കിനെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ്, അങ്ങനെ പറയാം അല്ലേ? ഈ കൺവെൻഷനിലൊക്കെ വന്നിരിക്കുന്ന ആളുകൾ അവരൊരു വോട്ട് ബാങ്കായിട്ടാണ് അവർ കാണുന്നത്. നമ്മൾ കാണുന്ന കർത്താവിൻ്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടം എന്നുള്ള നിലയിലാണ്. വി.ഡി. സതീശന് അങ്ങനെ കാണാൻ പറ്റുമോ? പുള്ളി അതൊന്നും വിശ്വസിക്കുന്നില്ല. അബ്ദുൽ സമദ് സമദാനിക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? ശ്രീധരൻ പിള്ളയ്ക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അവർ കാണുന്നതെല്ലാം വോട്ട് ബാങ്കായിട്ടാണ്. വോട്ട് ബാങ്ക് വല്ല പ്രകാരത്തിൽ ഇവർ വോട്ട് കുത്തുകയാണെങ്കിൽ നമ്മളൊരു MP MLA ആയിട്ട് അങ്ങ് പോകും. ആ ചിന്തയിലാണ് അവർ വന്ന് അവരുടെ പാർട്ടിക്ക് അനുകൂലമായ നിലയിൽ ഈ ഒരു സമൂഹം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന്, മലയാളക്കരയിൽ ഏതാണ്ട് 10 ലക്ഷത്തിനടുത്താണ് പെന്തക്കോസ്തിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇതെല്ലാം പല കൂട്ടത്തിലാണ് കിടക്കുന്നതെങ്കിലും എല്ലാത്തിനെയും കൂടെ ഒരു കൊട്ടയ്ക്കകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ആൾ വരും. അത് ചെറിയ കാര്യമല്ല. അത്രയും വോട്ടൊക്കെ മറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശേഷിച്ച് മധ്യ തിരുവിതാംകൂറിലൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും. അതുകൊണ്ടാണ് അവർ വന്ന് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ എന്നൊക്കെ പറയുന്നത്. അന്യഭാഷ ഇതുവരെ പറഞ്ഞിട്ടില്ല, വരും ദിവസങ്ങളിൽ അതും വേണേൽ സംഭവിക്കാം. ഇപ്പോൾ ഒരു CSIയിലെ ബിഷപ്പ് വന്ന് 2 അന്യഭാഷ പറഞ്ഞു. ഇനി രമേശ് ചെന്നിത്തല എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. V.D. സതീശനാണോ പറയുന്നത്, ഇവരിൽ ആരാണ് ആദ്യം പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ട് ഇവർ പറയിപ്പിച്ചിരിക്കും. അപ്പോൾ ഇവരൊക്കെ അങ്ങനെ വരുന്നു. ഇവർ 5 മിനിറ്റ്, ചിലർക്ക് 10 മിനിറ്റ് അവരുടെ ആ നിലയനുസരിച്ച് അങ്ങനെ സമയം കൊടുക്കുന്നു. അപ്പോൾ അവർ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവർ മൈക്ക് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവരും പറയുന്നു താങ്ക് യു, വന്നതിന് വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഇവരും വളരെ സന്തോഷത്തോടെ പറഞ്ഞയക്കുന്നു. അതായത് വന്ന ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ള നിലയിലാണ് അവരത് കാണുന്നത്. നമുക്കതിനകത്തെല്ലാം ഒബ്ജക്ഷനുണ്ട്. വെറും ഒബ്ജക്ഷനല്ല, കനത്ത ഒബ്ജക്ഷനാണ് ഉള്ളത്. നമുക്ക് ഒബ്ജക്ഷനുള്ളവരാ. അത് ഈ കമൻറ്റ് ചെയ്യാൻ വരുന്ന പുള്ളികൾ അറിയുന്നില്ല. നമ്മളിതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിനെയൊക്കെ അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അവർ ധരിക്കുന്നത്. ഒരിക്കലുമല്ല, നമ്മളതിനെയൊന്നും അംഗീകരിക്കുന്നവരല്ല. എന്തുകൊണ്ടാണ് നമ്മളതിനോട് വിയോജിക്കുന്നത്? ദൈവ സാന്നിധ്യം അലക്ഷ്യമാക്കരുതെന്നുള്ള ഒറ്റ പ്രമാണത്തിലാണ്. ദൈവ സാന്നിധ്യം അലക്ഷ്യമാക്കാൻ പാടില്ല. ഓർക്കണം, ഇതൊരു ആത്മീയമായ കൂട്ടായ്മയാണ്. ഒരു ആത്മീയമായ കൂട്ടായ്മയാണ്. പെന്തിക്കോസുകാർ എവിടെയെങ്കിലും ഒരു സ്കൂൾ നടത്തുമ്പോൾ ആ സ്കൂളിനൊരു പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിദ്യാഭ്യാസ മന്ത്രി വരുന്നത് പോലെയല്ല. അവിടെ വിദ്യാഭ്യാസ മന്ത്രി മാത്രമേ വരുന്നുള്ളൂ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സാന്നിധ്യം അവിടെ വരുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി വന്നിട്ട് നാട് മുറിച്ചിട്ട് പുള്ളി പൊക്കോളും. അവിടെ വേറെ വിഷയമില്ല. ഇതങ്ങനെയല്ല. ഈ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ജനം കർത്താവിൻ്റെ ജനമാണ്. ഈ വേദി, ഒരു വേദി കെട്ടിയിട്ടുണ്ടല്ലോ, ആ വേദിയിൽ ഈ ഉപവിഷ്ടരായിരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരാണ്, കർത്താവിൻ്റെ അഭിഷിക്തന്മാരാണ്. അവൻ ചിലരെ തിരഞ്ഞെടുത്ത് നമ്മൾ വായിക്കുന്നില്ലേ? ആ തിരഞ്ഞെടുത്തവരായിരിക്കുന്നത്. ആ തിരഞ്ഞെടുത്തവരാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ മേൽ പകരപ്പെട്ട അഭിഷേകം ഉയരത്തിലെ അഭിഷേകമാണ്. അവർ ഈ ലോകത്തോട് പറയാണ്, ജീവനുള്ള ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് പറയേണ്ടവരാണ്. നിരപ്പിൻ്റെ ശുശ്രൂഷ കൈയേറ്റു വാങ്ങിയിരിക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇരിക്കുന്നവരാണ്. നോക്കണം, ശുശ്രൂഷയുടെ ക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ പാട്ടും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ദൈവവചന ഘോഷണം എന്ന് പറയുന്നതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും സീരിയസ് ആയ കാര്യം. ദൈവവചന ഘോഷണം. ആ സമയം ദൈവം തൻ്റെ ദാസന്മാരിലൂടെ തൻ്റെ ജനത്തോട് സംസാരിക്കുമെന്നുള്ളതാണ് നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദൈവദാസന്മാരാണ് സംസാരിക്കുന്നതെങ്കിലും അവരിലൂടെ വലിയവനായ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന സമയമാണ്. അതിന് പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങളൊക്കെ എടുത്തു വെച്ച് നമ്മൾ വിശദമാക്കുന്നവരാണ്, കൃത്യമായി വിശദമാക്കുന്നവരാണ്. സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത്, അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകം,
ആ പെട്ടകത്തിന് മുകളിൽ കൃപാസനം, കൃപാസനത്തിന് മുകളിൽ 2 കെരൂബുകൾ, കെരൂബുകളുടെ നടുവിൽ ദൈവ സാന്നിധ്യം, അതിൻ്റെ നടുവിൽ നിന്ന് ദൈവശബ്ദം പുറപ്പെടുന്നു. ആ ദൈവശബ്ദം ഇന്ന് കൂടാരവും പിന്നെ പെട്ടകവും എല്ലാം നമ്മിലാണ് വസിക്കുന്നത്. നാമാണ് ദൈവത്തിൻ്റെ മന്ദിരം, നാമാണ് ദൈവത്തിൻ്റെ ആലയം. ഈ ആലയത്തിൽ തേജോമയനായ ക്രിസ്തു വസിക്കുകയാണ്. അവൻ്റെ ശബ്ദം ഇതിൽ നിന്ന് പുറപ്പെടുകയാണ്. അതങ്ങനെ തന്നെ ജനത്തെ കേൾപ്പിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണത്. അവിടെ ഒരിക്കലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകത്തിൽ ദൈവകൃപയിൽ അങ്ങനെ മുന്നോട്ട് പോകാത്ത ഒരാൾക്ക് ആ വേദി പങ്കിടാൻ കഴിയില്ല. ആ വേദിയിൽ അങ്ങനെ ഒരാൾക്ക് കടന്നു വരാൻ കഴിയില്ല. ഇത് കൊട, ജീപ്പ്, ചെരുപ്പ്, വടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യുന്ന പെന്തിക്കോസ് പ്രോഗ്രാം അല്ല. അങ്ങനെയുള്ള പ്രോഗ്രാമിൽ ആര് വേണമെങ്കിലും വരട്ടെ. ഇത് സുവിശേഷ മഹായോഗമാണ്. അവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്ന സമയമാണ്. അവിടെ മറ്റൊരാൾക്ക് കടന്നു വന്ന് ഒരു വാക്ക് പോലും പറയാനായിട്ട് അനുവാദമില്ല. ഒരു വാക്ക് പോലും. ഇതാണ് ബോധ്യം, ഇതാണ് ഞങ്ങളുടെ ബോധ്യം. അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് രാഷ്ട്രീയക്കാരെ അനുവദിക്കുന്നത്. രാഷ്ട്രീയക്കാർ നമ്മോടൊന്നും പറയാനില്ല. അവരിൽ ഒരാൾക്ക് പോലും നമുക്ക് ബുദ്ധിപദേശം തരാൻ കഴിയില്ല. അവർക്കതിനുള്ള ജ്ഞാനമില്ല. ഒറ്റയൊരുത്തിന്, ഉലകത്തിൽ ഒറ്റയൊരുത്തൻ പോലുമില്ല, ഒരു രാഷ്ട്രീയക്കാരന് പോലും നമുക്ക് ബുദ്ധിപദേശം തരാനായിട്ട്. ലോകപരമായ കാര്യങ്ങൾ വെളിയിൽ വരുമ്പോൾ അവർ പറഞ്ഞു തന്നാൽ നമ്മൾ കേൾക്കും. അത് ലോകപരമായ കാര്യങ്ങൾ. ഇവിടെ ആത്മീയ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ, അതുപോലെ മനുഷ്യൻ്റെ ആത്മീയ വർധനവിന് വേണ്ടിയ കാര്യങ്ങൾ പങ്കുവെക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ഇവിടെ, അല്ലേ? അവിടെ രാഷ്ട്രീയക്കാരൻ എന്നാ കാര്യം? അവൻ എന്നാ പറഞ്ഞു തരാൻ പറ്റും നമുക്ക്? അവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും ഇരിക്കുന്നതിനേക്കാളും ബെസ്റ്റ് ഒരു കസേര വിളിക്ക് കൊടുക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാലും കൊടുക്കണം. കൊടുത്തിട്ട് നല്ല ജ്യൂസൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തണം അവിടെ. എന്നിട്ട് അദ്ദേഹത്തോട് നിരപ്പിൻ്റെ വചനം പറയണം. കേട്ടിട്ട് പോട്ടെ. അവസാനം പോകുമ്പോൾ ഷെയ്ക്കാൻഡ് കൊടുത്ത് വിടുകയും ചെയ്യണം. വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങയുടെ ഭരണവും കാര്യങ്ങളൊക്കെ ഏറ്റവും മനോഹരമായ നിലയിലാകട്ടെ. സർവേശ്വരൻ അതിനുവേണ്ടി സഹായിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചും വിട്ടോ, അത്ര തന്നെ. പക്ഷെ മൈക്രോഫോൺ എന്ന് പറഞ്ഞ സാധനത്തെ തൊടാൻ പോലും കൊടുക്കരുത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക്. ഇന്ത്യൻ പ്രധാനമന്ത്രിനെ വിളിച്ച് നിങ്ങൾക്ക് ആദരിക്കണമെങ്കിൽ വേറെ പ്രോഗ്രാം ചെയ്യണം. സുവിശേഷമായ യോഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിന് പോലും, ഇന്ത്യക്ക് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പുള്ളി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രസിഡന്റുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും നമുക്കൊരു സബ്ജക്റ്റ് അല്ല. പക്ഷെ അവർ ലോക പോലീസ് ആയതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ മുകളിലൊന്നും അല്ല എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും. എനിക്ക് വലുത് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രസിഡന്റുമാണ്. പിന്നെ അവർ ആഗോള പോലീസ് ആയതുകൊണ്ടൊരു വാക്കങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അവർ വന്നാലും നമ്മളെ പോളിസി ഇത് തന്നെയാണ്. അവർ പാറ്റൻ്റാക്കി നമ്മുടെ നെഞ്ചത്ത് കയറ്റും എന്ന് പറഞ്ഞാൽ കയറ്റിക്കോളാൻ പറയും, അത്ര തന്നെ. ഇവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണ്. ഇവിടെ സുവിശേഷ മഹായോഗം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെയാണ് കാര്യം. ഓക്കെ, കാര്യത്തിലേക്ക് വരാം. ഈ പറഞ്ഞ കൂട്ടർ എന്താ ചെയ്തത്? യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലെന്നും മരിച്ചിട്ടില്ലെന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ലെന്നും വീണ്ടും വരില്ലെന്നും വിശ്വസിക്കുന്ന അബ്ദുൾ സമദ് സമദാനിയെ വിളിച്ചിട്ട് പ്രോഗ്രാം. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് ആ വീഡിയോ. അബ്ദുൾ സമദ് സമദാനിയുടെ ഫേസ്ബുക്കിലുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ ചുങ്കൻ സെമിനാരിയുടെ മറ്റാന്ന് തോന്നുന്നു, അതിൻ്റെ വാർഷികത്തിനോ മറ്റോ അദ്ദേഹം വന്ന് പ്രസംഗിക്കുന്നതാണ്. മുഹമ്മദ് നബിയെക്കുറിച്ച് യേശുക്രിസ്തുവിന് എന്താ ഈ പറയുന്നത്? ക്രിസ്ത്യാനികളുടെ മുമ്പിൽ വന്നിട്ട് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളല്ല ആണോ ഇതൊക്കെ? താരതമ്യ പഠനങ്ങളും ബൈബിളും ഖുറാനും ഒക്കെ ആയിട്ട് എന്നാ താരതമ്യാണ്? ഇതൊന്നും തമ്മിൽ ചേർന്ന് പോകുന്ന കാര്യങ്ങളല്ല. എന്തിനാണ് നമ്മളതൊക്കെ കേൾക്കുന്നത്? ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ തെറ്റായ പ്രവണതകളാണ്. ചില കാര്യങ്ങൾ ഞങ്ങൾ പറയാൻ പോവുക, അതൊക്കെ തെറ്റായ ആശയങ്ങളാണ് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ബഹുമാനനായ യാക്കോബായക്കാരൻ സഹോദരൻ, ഇന്നലെ എനിക്ക് മീറ്റിങ്ങും തിരക്കൊക്കെ ഉള്ള ദിവസമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ തിരിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തിരക്കാണല്ലോ സഹോദര, ഇന്ന് നാളെ ഞാൻ തിരക്കിലാണ്. ഞാൻ അടുത്ത ദിവസം, അടുത്ത ആഴ്ച ആദ്യം തന്നെ താങ്കളെ ഈ നമ്പറിൽ ഞാൻ വിളിക്കാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. താങ്കളുടെ ആ ആകുലതകൾ എന്നോട് പങ്കുവെക്കൂ. അന്ത്യോക്യ മലങ്കര ബന്ധം നീനാൾ വാഴട്ടെ, അതിനൊന്നും ഒരു വിരോധമില്ല. ആ ബന്ധമൊന്നും മുറിക്കാൻ ഞാൻ വരുന്നില്ല. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്. ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ അവർ ഈ പറഞ്ഞ ആളുകളെയൊക്കെ വിളിച്ച് പ്രസംഗിപ്പിച്ച കാര്യം പറഞ്ഞു. അതൊന്നും വചനത്തിന് നിരക്കുന്നതല്ല, ക്രമത്തിലല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കൂട്ടത്തിൽ ഇങ്ങനെയും കൂടെ പറഞ്ഞു, പുത്തൻകുരിശിൽ നമ്മുടെ യാക്കോബായ പക്ഷക്കാർ അവിടെ അന്ത്യോക്യയിൽ നിന്ന് വന്ന പാത്രിയാർക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ അലിയാർ കാസിമി ഇരിപ്പുണ്ട്, മറ്റേ ആനന്ദ സ്വാമികൾ ഇരിപ്പുണ്ട്, അവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവർ പിന്നെ പ്രസംഗിക്കുന്നുണ്ട്, യേശുദേവനും കൃഷ്ണദേവനും എന്നൊക്കെ പറഞ്ഞ് അവരും പറയുന്നുണ്ട് പല കാര്യങ്ങളും. മറ്റേ പുള്ളിയും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു യൂട്യൂബിനകത്ത്.
അതുകൊണ്ടായിരിക്കും കണ്ടപ്പോൾ നെഞ്ചുവേദന എടുത്തിട്ട് ഓടിക്കതച്ച് വന്ന് അയ്യോ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കാനിടയായത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സംസാരിക്കാൻ താല്പര്യമില്ല, തർക്കിക്കാൻ താല്പര്യമില്ല, ഒന്നിനും താല്പര്യമില്ല. പിന്നെ എന്തിനാ എനിക്കിങ്ങനെ ഒരു തർക്കപരമായ കാര്യങ്ങൾ എഴുതി വിട്ടത്? വാട്സപ്പിലൂടെ എന്നോടൊരു തർക്കമല്ലേ പറയാൻ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല, ഞങ്ങൾ അങ്ങനെ ആരെയും വിളിച്ച് പ്രസംഗിപ്പിക്കാറില്ല എന്നാ പറയുന്നത്. അപ്പം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതോ? നമ്മൾ കണ്ണുകൊണ്ട് കണ്ടത് അവരുടെ കോതമംഗലം MA കോളേജിൻ്റെയോ അല്ലെങ്കിൽ കോതമംഗലം ബസേലിയോസ് ഹോസ്പിറ്റലിൻ്റെ ഒരു പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അലിയാർ ഖാസിമി വന്നതല്ല കണ്ടത്. ഉത്തംകുറിച്ചിലെ സഭാസ്ഥാനത്ത് അവരുടെ ബാവയുടെ പൗരോഹിത്യ ജൂലിയോ അങ്ങനെ എന്തോ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഈ കാര്യം നടന്നത്. അപ്പോൾ അതിന് അദ്ദേഹം എനിക്ക് എഴുതി വിട്ടിരിക്കുക അടുത്ത സെൻറ്റൻസ്. അത് പൗരസ്ത്യ സുവിശേഷ സമാജത്തിൻ്റെ പ്രോഗ്രാമിലാണ് അലിയാർ ഖാസിമിയും. ഓക്കെ, അദ്ദേഹം പിന്നീട് പറയുകയാണ് ഇത് പൗരസ്ത്യ സുവിശേഷ സമാജത്തിൻ്റെ പ്രോഗ്രാമിലാണ് അലിയാർ ഖാസിമിയും സാമിയും പ്രസംഗിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആൾ തിരക്കേടില്ലല്ലോ, വെറുതെ അല്ല താങ്കൾ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നത്. അദ്ദേഹം ഈ പ്രസംഗം കേൾക്കും. പിന്നീട് ഞാൻ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഒരാൾ നമ്മളോട് ഇടപെട്ടപ്പോൾ അദ്ദേഹത്തെ പരസ്യ സ്ഥലത്ത് കൊണ്ടുവന്ന് അവമാനിക്കാമെന്ന് ചിന്തിക്കരുത്. അദ്ദേഹത്തിൻ്റെ പേരോ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഒരു സഹോദരൻ, നമ്മുടെ ഒരു സഹോദരൻ ആ നിലയിൽ തന്നെയാണ് ഞാൻ വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തോട് പറയുന്നത്. സഹോദര, സമയം പോലെ നമുക്ക് പരസ്പരം സംസാരിക്കാമെന്ന്. ഞാൻ ചാക്കും കൊണ്ടുവന്ന് താങ്കളെ ചാക്കിനകത്ത് കയറ്റും, എന്നിട്ട് ഞാൻ കൊണ്ടുപോയി താങ്കളെ വെള്ളത്തിലിട്ട് സ്നാനപ്പെടുത്തി ഞങ്ങളുടെ പെന്തിക്കോസ് ആക്കുകയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പുള്ളി ഭയന്നുപോയി. അന്ത്യോക്യൻ സത്യവിശ്വാസ സംരക്ഷണ സമിതിയുടെയോ KFയുടെയോ ഒക്കെ ആൾക്കാരാ. ഇവരെന്തിനാ എത്ര പേടിക്കുന്നത്? പേടിക്കേണ്ട കാര്യമുണ്ടോ? ഒരു പെന്തിക്കോസ് പാത്ര ഇത്രയൊക്കെ ഒന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ഞങ്ങളെ ചാക്കി കയറ്റി കൊണ്ടുപോകും, വെള്ളത്തിലിടുമെന്നോ അങ്ങനെയൊന്നും ഭയക്കേണ്ട കാര്യമില്ല. നമുക്ക് സംസാരിക്കാവുന്നതല്ലേ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഈ ഒറ്റ ലൈൻ വെച്ച്. പൗരസ്ത്യ സുവിശേഷ സമാജത്തിൻ്റെ പ്രോഗ്രാം, അവർ പൗരസ്ത്യ ദേശത്ത് ആരംഭിച്ചൊരു കൂട്ടമായതുകൊണ്ട് അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേൾക്കുമ്പോൾ. പൗരസ്ത്യ സുവിശേഷം എന്ന് പറയുന്നൊരു സുവിശേഷമില്ല, സുവിശേഷം ഒന്നേ ഉള്ളൂ. അതെന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അന്ത്യോക്യെന്ന് വന്നയാൾക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അരിമ ശിഷ്യനായ എറണാകുളം ജില്ലക്കാരനായ എനിക്ക് കമൻ്റ് എഴുതിയ സഹോദരനും മനസ്സിലായിട്ടില്ല. 2 പേർക്കും പിടികിട്ടിയിട്ടില്ല സുവിശേഷം എന്താണെന്ന്. അന്ത്യോക്യെന്ന് വന്ന താടി മുടിയുള്ളയാൾക്കും മനസ്സിലായിട്ടില്ല. വളരെ കൃത്യമായിട്ടല്ലേ പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? സുവിശേഷം എന്താണെന്ന് അറിയാമെങ്കിൽ സുവിശേഷം പറയണ്ടേ? സുവിശേഷം ഇവരാരാ പറയുന്നത്? ഇവരാരും സുവിശേഷം പറയാറില്ല. ഉണ്ടോ? സുവിശേഷത്തിൻ്റെ കാതൽ എന്താ? സുവിശേഷത്തിൻ്റെ കാതൽ, സുവിശേഷം എന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച ഒരുവനെ കുറിച്ച് പറയാനുണ്ട് നമുക്ക്. അതുപോലെ തന്നെ തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിക്കുകയും തിരുവെഴുത്തുകളിൻ പ്രകാരം മരിക്കുകയും തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരുവനെ ഘോഷിക്കുന്നതാണ് സുവിശേഷം. അതെന്തെന്ന് അറിയാത്ത ഒരാളാണ് കമൻ്റ് എഴുതാൻ വന്നിരിക്കുന്നത്. ആ സഹോദരൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. സുവിശേഷത്തിന് അതിൻ്റെ ഗൗരവവും അതിൻ്റെ മഹിമയും മഹത്വവും ഉണ്ട്. അത് ജാതികളുടെ മുമ്പിൽ തല്ലിക്കെടുത്തി കളയല്ലേ ഇവർ. എന്താ അന്ത്യോക്യൻ സഭയുടെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? അന്ത്യോക്യൻ സഭയിലെ വിശ്വാസിയായിരുന്നു പൗലോസ്. പൗലോസ് രാജാക്കന്മാരോടും നാടുവാഴികളോടും സുവിശേഷം അറിയിച്ചവനാണ്. സുവിശേഷ നിമിത്തം ചങ്ങലയിൽ അകപ്പെട്ടു പോയ മനുഷ്യരാണ്. ഇവരുടെ പോലെ ബെൻസ് കാറിലൊന്നും അല്ല പൗലോസ് നടന്നത്. ഈ അന്ത്യോക്യെന്ന് വന്ന പുള്ളികളൊക്കെ ബെൻസ് കാറിലല്ലേ വരുന്നത്. ബെൻസ് ഈ കുറഞ്ഞ ഒന്നിലും ഇവരെ സഞ്ചരിക്കുന്ന കാണാറില്ല. കാരണം പത്രോസിൻ്റെ പിൻഗാമിയാണ്. പത്രോസിൻ്റെ ഈ കാലത്ത് അന്ത്യോക്യെന്ന് വരുന്ന മിഷണറിമാരൊക്കെ ബെൻസിൻ്റെ എസ് ക്ലാസ്സിലാണ് വരുന്നത്. ഈ ക്ലാസ് പോലും പോരാ, എസ് ക്ലാസ് തന്നെ വേണം. പക്ഷെ പൗലോസ് പോയത് എങ്ങനെയാണ്? കാൽനടയായിട്ടും കഴുതപ്പുറത്തും. അപ്പോൾ ഇന്ന് കഴുതപ്പുറത്ത് പോകണോ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതൊക്കെ പിടിക്കല്ലേ, അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. അവരുടെ ലാളിത്യമാണ് പറഞ്ഞത്. അവർ ഏത് വണ്ടിയിലും പൊക്കോട്ടെ, വണ്ടിക്കൊന്നും പ്രാധാന്യമില്ല. യാത്രാപഥമൊക്കെ ഞാൻ പിൻവലിച്ചിരിക്കുന്നു. പകരം ആശയത്തിനാണ് പ്രാധാന്യം. അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ നിന്ന് തേജോമയനായ ക്രിസ്തുവിനെ വിളംബരം ചെയ്ത പൗലോസിനെയാണ് ഞാൻ പറഞ്ഞത്. പൗലോസിനൊരു മടിയില്ലായിരുന്നു. കൊല്ലുവോ തിന്നുവോ പിടിച്ചു കെട്ടുവോ ഇനിയും കെട്ടുവോ ചങ്ങല ഓർനോടെ വീഴുവോ അതൊന്നും വിഷയമല്ല. ഈ ചങ്ങല ഒഴിയ നീയും ക്രിസ്ത്യാനിയാവണമെന്നാണ്. കാരണം എന്താ? അല്ലെങ്കിൽ നിത്യനരകമാണ് നിന്നെ കാത്തിരിക്കുന്നത്, നിത്യനരകം. ആ ബോധ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇവിടെ പറയാ സുവിശേഷ സമാജം എന്നൊക്കെ പറഞ്ഞാൽ ക്ലബ്ബ് പോലെ അവർക്ക്. സുവിശേഷ സമാജം എന്ന് പറയുന്ന ഏതോ ക്ലബ്ബ് പോലെയാണ്.
ക്ലബിൻ്റെ പ്രോഗ്രാം. അവിടെ അലിയാർ കാസിമി വന്നതുപോലെയൊക്കെയാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ആത്മീയ വളർച്ചയുള്ളൂ, ആത്മീയ പക്വത അത്രയ്ക്കൊക്കെ ഉള്ളൂ. കളിയാക്കുന്നൊന്നുമല്ല, അങ്ങനെയൊന്നും ആരും ധരിക്കേണ്ട. കണ്ണ് തുറക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ മറ്റൊരു തോമാ സഹോദരൻ, റാന്നിക്കാരനാ, പുള്ളി അങ്ങ് ദോഹയിലിരുന്നുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ഒരു മെസ്സേജ് അയച്ചിരിക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കണമല്ലോ. ഷിജു പാസ്റ്റർ ഒന്ന് വായിച്ച് കേൾപ്പിക്കാവോ? ദോഹയിലെ തോമാ സഹോദരൻ നമുക്ക് ഇതൊക്കെ അയച്ചപ്പോൾ നമ്മൾ തോമാ സഹോദരനെ ഒന്ന് പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത്. അവിടെ ഓർത്തഡോക്സിലെ മെത്രാന്മാരൊക്കെ വന്ന് നിന്ന് കാര്യങ്ങളൊക്കെ നടത്തുന്നതൊക്കെ പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കറതീർന്ന ഇന്ത്യൻ ഓർത്തഡോക്സാ കേട്ടോ, സിറിയനും അമേരിക്കനൊന്നുമല്ല, ഇന്ത്യൻ ഓർത്തഡോക്സ് ആണ്. പുള്ളിക്ക് പറയാനുള്ളത് ഒന്ന് വായിച്ച് കേൾപ്പിച്ച ഷിജു പാസ്റ്റർ. സുഹൃത്ത്, ക്രിസ്ത്യാനിക്ക് ബൈബിളാണ് വലുത്, മുസ്ലിമിന് ഖുറാൻ, യഹൂദൻ തോറ, ഹിന്ദുവിന് രാമായണവും മഹാഭാരതവും. ഇതിന്റെ എല്ലാ സാരം ദൈവം സ്നേഹമാണെന്നുള്ളതാണ്. പക്ഷേ തന്നെ പോലെയുള്ള വർഗീയ ഭ്രാന്തന്മാർ മനുഷ്യരുടെ ഇടയിൽ സ്നേഹത്തിനും സഹകരണത്തിനും സഹവർത്തത്തിനും പകരം എൻ്റെ ദൈവമാണ് വലുത്, ആ ദൈവത്തിലൂടെ രക്ഷയുള്ളൂ, ആ വിശ്വാസത്തിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് മനുഷ്യനെ പരസ്പരം ചിഹ്നിപ്പിക്കുന്നു. അവരുടെ ഇടയിൽ വിദ്വേഷം ജനിപ്പിക്കുന്നു. സഹോദര, ഭൂമിയിൽ നമുക്ക് ചുറ്റും ദൈവം എന്ന ഈ മനോഹരമായ ജീവിതത്തിൽ സ്വർഗം സൃഷ്ടിക്കാൻ സാധിക്കാതെ ചത്തുകഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ ഭൂമിയിൽ നരകം സൃഷ്ടിക്കുന്നവരാണ് മതഭ്രാന്തന്മാർ. ഇനിയും താഴേക്കുണ്ട്, സ്ക്രീൻഷോട്ടിൽ അത് കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഇനി താഴേക്കുള്ളതിൽ താങ്കൾ കണ്ണ് തുറന്ന് കാണ്. അങ്ങ് കർണാടകയിൽ മരിച്ച അർജുനെ കേരളം അടക്കിയത് കണ്ടോ? എല്ലാ മതസ്ഥരും കൂടെ ഒരുമിച്ച് കൂടിയാണ് അദ്ദേഹത്തെ അടക്കിയത്. അത് അടക്കാതിരിക്കാൻ ഞാൻ എന്തോ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്തതുപോലെയാണ് പുള്ളി പറയുന്നത്. താങ്കൾ കണ്ണ് തുറന്ന് കാണാനാണ് പറയുന്നത്. അപ്പം നമ്മൾ അദ്ദേഹം മരിച്ചതിൽ സന്തോഷിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അടക്കിയതിൽ നമുക്ക് ദുഃഖമുണ്ട്, അങ്ങനെയാണോ ഇദ്ദേഹം പറഞ്ഞു വരുന്നത്? ഇദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളും മാസങ്ങളുമായിട്ട് ഈ ഒരു സമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? 90% ഓർത്തഡോക്സുകാരുടെ ആശയമായി ഈ പറയുന്നത്. അതിലെ അച്ഛന്മാരുടെ മെത്രാന്മാരുടെ ആശയമാണിത്. സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചതല്ല ഇങ്ങനെ ഒരു അച്ഛനുമായിട്ട് സംസാരിക്കേണ്ടി വരും, ഇങ്ങനത്തെ ടോപ്പിക്കുകൾ പ്രസംഗത്തിൽ കൊണ്ടുവരേണ്ടി വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചതല്ല. 1-2 ആഴ്ച നമ്മളങ്ങനെ സംസാരിച്ചു പോയപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ ഇത് എന്താ ഇത്? നമുക്ക് എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് എന്താണെന്ന് അന്ന് എനിക്ക് അത്ര പിടികിട്ടിയില്ല. പിന്നീട് കാര്യങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വന്നപ്പോൾ മനസ്സിലായി അച്ഛന്മാരുടെ ചോദ്യങ്ങൾ. ഒരച്ഛനല്ല, പല അച്ഛൻ്റെ ചോദ്യങ്ങൾ കിടപ്പുണ്ടല്ലോ എയറിൽ. ഒരാൾക്ക് നമ്മൾ മറുപടി കൊടുത്തുള്ളെങ്കിലും പല വന്ധ്യ വയോധികരായ കോറപ്പീസ്കോപ്പമാരുടെ ചോദ്യങ്ങൾ നിൽപ്പുണ്ട്. അതിനൊന്നും നമ്മൾ മറുപടി കൊടുക്കാൻ ഇതുവരെ തുനിഞ്ഞിട്ടില്ല. കാരണം അതൊന്നും പ്രയോജനപ്പെടില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് അതിനൊന്നും മറുപടി പറയാത്തത്. ഒരു കാര്യത്തിന് മാത്രം മറുപടി പറഞ്ഞങ്ങ് പോവുകയാണ്. പറഞ്ഞതെന്താ? മെജോറിറ്റി യാക്കോബായ ഓർത്തഡോക്സ് സമൂഹത്തിലുള്ള ആളുകളുടെ ചിന്താഗതിയാണിത്. അയാൾ എന്നാ ചോദിച്ചത്? താങ്കളുടെ ദൈവം മാത്രമാണോ വലിയവനെന്ന്. യെസ്, എല്ലാ ഓർത്തഡോക്സുകാരും കേട്ടോ, എൻ്റെ ദൈവമായ യഹോവ മാത്രമാണ് വലിയവൻ, അവൻ മാത്രം ഭയങ്കരൻ, അവൻ മാത്രം വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവം. കാതോലിക്ക ബാബുവരെ കേട്ടോ, സകല മെത്രാന്മാരും കേട്ടോ, എൻ്റെ ദൈവം മാത്രമാണ് വലിയ ദൈവം. അപ്പോൾ ബാക്കി ദൈവങ്ങളോ? അതൊന്നും എനിക്കറിയില്ല, അതൊന്നും എൻ്റെ വിഷയമല്ല, അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാനിപ്പോൾ സമയം ചെലവഴിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്, തേജോമയനായ ദൈവത്തെ, ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ ആ തേജോമയനെയാണ് ഞാൻ സേവിക്കുന്നത്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെ, ആ അത്യുന്നതനായ ദൈവത്തെ, ആ സർവശക്തനായ ദൈവത്തെ, ആ സർവവ്യാപിയായ ദൈവത്തെ. ആ ദൈവത്തോട് തുല്യം ചെയ്യാൻ ആരാ ഉള്ളത്? നിനക്ക് തുല്യനായ ആരുള്ളൂ എന്നാ ചോദിക്കുന്നത്. മീഖായുടെ പുസ്തകം തുറന്നേ ദൈവദാസനെ. മീഖായുടെ പുസ്തകം 7-ാം അധ്യായം അതിന് 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അതെ, നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? നിനക്ക് തുല്യനായ ദൈവം ആരുള്ളൂ? ഇതേ കാര്യം മോശയും പറയുന്നുണ്ട് കേട്ടോ.
ഈ സെയിം കാര്യം തന്നെ മോശയും പറയുന്നുണ്ട്, നിന്നോട് സമനായ ദൈവം വേറെ ആരുള്ളൂ എന്ന്. അത് പറയുന്ന ഒരേ ഒരു കൂട്ടരാണ് വേർപെട്ട ദൈവജനം, വിശേഷാൽ അതിൽ പെന്തിക്കോസ്തുകാർ. അവർ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയൂ, വേറെ ഒറ്റ പറയില്ല. അതിനുള്ള തെളിവാണ് ഇതൊക്കെ. ഒരാളുടെ കമൻറ്റ് മാത്രമാണ് ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. എത്ര കമൻസാണ് ഇതുപോലെ വരുന്നതെന്ന് അറിയാവോ? പേഴ്സണലായിട്ട് വരുന്നത്, ഫേസ്ബുക്കിൽ വരുന്നത്, യൂട്യൂബിൽ പിന്നെ അത്രയും വരാറില്ല. ഫേസ്ബുക്കിലൊക്കെ വരുന്നത്. ഇന്ന് രാവിലെ തെറിയ വിഷയം കൊണ്ടാണ് നമ്മളെ ഇന്ന് രാവിലെ ആളുകൾ, കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മെസ്സേജിൻ്റെ അടിയിൽ അതാരോ ഇന്ന് ഫേസ്ബുക്കിൽ കൊണ്ടുപോയി നമ്മളുടെ സൈറ്റിലല്ലാതെ വേറെ കാത്തലിക് ഓർത്തഡോക്സ് ഗ്രൂപ്പുകളുടെ ഒരു സൈറ്റിലിട്ടു. അവിടെ രാവിലെ ജസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം കണ്ടപ്പോഴാണ് ഞാൻ ഒന്ന് നോക്കുന്നത്. എൻ്റെ ദൈവമേ, നിസാര സമയം കൊണ്ട് 50-ലധികം കമൻസാണ്. അപ്പോൾ ആ മെസ്സേജിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ പറഞ്ഞിരുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിന്ന്, ഞങ്ങളത് രുചിച്ചറിഞ്ഞവരാണെന്ന്, ഞങ്ങൾ അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യരാണെന്ന്. ഉടനെ ഒരു ഓർത്തഡോക്സുകാരൻ എഴുതിയിരിക്കുക, യഹോവ എന്നെ കേക്കാണോ തിന്നു നോക്കാനെന്ന്. യഹോവ കേക്കാണോ എന്ന്? കേക്കേ, തിന്നുന്ന കേക്ക്. ഇവരെല്ലാം പരിഹാസികളാണ്. അപ്പോൾ ഇത്തരം പരിഹാസികളായ സമൂഹത്തോട് നമ്മൾ സുവിശേഷം പറയുകയാണ്, വീണ്ടും ജനിക്കണം. നിന്റെ പേര് ജീവപുസ്തകത്തിൽ ഇല്ലെങ്കിൽ, ഏതെങ്കിലും അച്ഛൻ ഏതെങ്കിലും മാമോദീസ തൊട്ടി കൊണ്ടുപോയി കുഞ്ഞുനാളിൽ ഇച്ചിരി വെള്ളം തളിച്ചു എന്ന പേരിൽ ആ ഒരു അഹങ്കാരത്തിലും ഗർവിലും ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായ സഹോദര നീ ദുഃഖിക്കും. ഓർത്തോ, വീണ്ടും ജനിക്കണം. ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് പരിശുദ്ധ റൂഹ ഒരുവൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. അങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്. വീണ്ടും ജനനാനുഭവത്തിൽ ഒരുവൻ വരുന്നത് ദൈവരാജ്യത്തിലാണ്. വീണ്ടും ജനനാനുഭവത്തിൽ ഒരുവൻ വരുന്നത് ദൈവ കുടുംബത്തിലേക്കാണ്, പിതാവിൻ്റെ ഭവനത്തിലേക്കാണ് വരുന്നത്. അവൻ ആത്മീയമായി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സകല സ്വർഗീയ മഹിമകളുടെയും അവകാശിയായിട്ടാണ് അവൻ വരുന്നത്. മനസ്സിലായോ? അല്ലാതെ അച്ഛൻ തലയിൽ വെള്ളം തെളിച്ചിട്ട് കുറച്ച് മൂറോൻ എന്ന് പറയുന്ന ഒരു എണ്ണ പൂശിയാലൊന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അത് വഞ്ചനയാണ്. പച്ചയ്ക്ക് പറയുകയാണ്, അത് വഞ്ചനയാണ്, തികച്ചും സൈറ്റാനിക്കാണ്. അത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതല്ല. ഒരു അപ്പോസ്തലനും ഒരു കുഞ്ഞിൻ്റെ മേലും എണ്ണ പൂശിയിട്ടില്ല. നിങ്ങൾ എവിടെ ഇട്ട് തെളിയിക്കും? സഭാപിതാക്കന്മാരും അപ്പോസ്തലിക പിതാക്കന്മാരും എണ്ണ തളിച്ചെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും വില പോവില്ല. ആദ്യത്തെ നൂറ്റാണ്ടിൽ AD 100 വരെയുള്ള ചരിത്രത്തിൽ അപ്പോസ്തലന്മാർ ജീവിച്ചിരിപ്പുണ്ട്. അവരിലൂടെ എഴുതിയ വിശുദ്ധ തിരുവെഴുത്തുകൾ, പുതിയ നിയമത്തിൻ്റെ ഭാഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഒരു അപ്പോസ്തലനും എണ്ണ ആരുടെ മേലും പൂശിയതായിട്ട് നമ്മൾ കാണുന്നില്ല. അങ്ങനെ എണ്ണ പൂശിയ ആളുകളെ ഈ ട്രാക്കിൽ കൊണ്ടുവരാമെന്ന് ചിന്തിക്കുന്നവരെല്ലാം വഞ്ചനയുടെ ലോകത്താണ്, ജനത്തെ വഞ്ചിക്കുകയാണ്. ഇതറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര കൃത്യമായി കാര്യങ്ങളെ പറയുന്നത്. നമുക്ക് നല്ല ബോധ്യമാണെന്നേ. വീണ്ടും ജനിക്കാത്ത പെന്തിക്കോസുകാരനും വീണ്ടും ജനിക്കാത്ത ഓർത്തഡോക്സുകാരനും വീണ്ടും ജനിക്കാത്ത കത്തോലിക്കനും വീണ്ടും ജനിക്കാത്ത നിരീശ്വരവാദിയും എല്ലാവരും പോകുന്നത് തീപ്പൊയ്കയിലേക്കാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. എന്താ സംശയം? ഒരു സംശയവുമില്ല. വീണ്ടും ജനിച്ചില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് യഹോവ എന്നെ കേക്കാണോ എന്നൊക്കെ ചോദിക്കുന്നത്. തിന്നാനേ, കടിച്ചു പറിച്ച് തിന്നാൻ. ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണോ? വേദപുസ്തകത്തിലൊരു വാക്യമല്ലേ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ സങ്കീർത്തനക്കാരൻ പറയുക. അതിനെതിരെയാണ് പരിഹാസ രൂപത്തിൽ പറയുന്നത്. അതിനെതിരെ പരിഹാസ രൂപത്തിൽ പറഞ്ഞാൽ നമുക്ക് തിരിച്ചു വേറൊന്നും പറയാനില്ല. ഇങ്ങനെ അതിന് നമ്മളൊരു മറുപടി പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുമെന്നേ ഉള്ളൂ. പക്ഷെ ദൈവസന്നിധിയിൽ അതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് മറക്കണ്ട. ശിശുപാസ് ആ പുള്ളി പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് വായിച്ച ആ തുടക്കം മാത്രം ഞാൻ അതിലെ 1-2 പോയിന്റ്സ് വിട്ടുപോയി. മറുപടി പറയേണ്ട 1-2 കാര്യം ഉണ്ടായിരുന്നു അതിനകത്ത് പൊതുവായിട്ട്. അതിൻ്റെ തുടക്കം കുറച്ച് ഭാഗം ഒന്ന്. സുഹൃത്ത്, ക്രിസ്ത്യാനിക്ക് ബൈബിളാണ് വലുത്, മുസ്ലിമിന് ഖുറാൻ, യഹൂദന് തോറ, ഹിന്ദുവിന് രാമായണവും മഹാഭാരതവും. ഇതിന്റെ എല്ലാം സാരം ദൈവം സ്നേഹമാണെന്നുള്ളതാണ്. ഈ വാത്സല്യ സഹോദരൻ പറയുന്നത് ഹിന്ദുവിന് രാമായണവും മഹാഭാരതവും അവിടെ തന്നെ പോയി. അദ്ദേഹത്തിന് കാര്യം അറിയില്ലെന്നുള്ളത്. രാമായണവും മഹാഭാരതവും ഒന്നും അവർക്ക് സീരിയസ് ആയ പുസ്തകമൊന്നുമല്ല. വേദങ്ങളാണ് അവരുടെ സീരിയസ് ആയ പുസ്തകങ്ങൾ. വേദങ്ങളൊന്നും പരിശോധിച്ചാൽ അവിടെ സ്നേഹത്തെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. അവിടെ എന്നാ സ്നേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? യാതൊരു കാര്യം അവിടെ കാണുന്നില്ല. അവിടെ എല്ലാം അതാതിൻ്റെ ക്രമത്തിലാണ്. അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ബാക്കി ആവർണരാണ്. ബാക്കിയുള്ളവർ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കുന്നില്ല. പിന്നെ അവിടെ എന്ത് സ്നേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്? പിന്നെ ഖുറാനിലാണോ സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് കാണുന്നത്?
ഖുറാനിൽ എന്നാ സ്നേഹമാണ് കവിഞ്ഞൊഴുകുന്നത്. അതെന്നതാണെന്ന് മനസ്സിലാക്കുക. ചോരപ്പുഴയാണ് ഒഴുകുന്നത്, സ്നേഹമല്ല വഴിഞ്ഞൊഴുകുന്നത്. ചോരപ്പുഴ ലോകമെമ്പാടും. ഇപ്പം ചുറ്റോട് ചുറ്റും നടക്കുന്നതൊന്ന് ചിന്തിച്ചു നോക്കിയേ, ചുറ്റോട് ചുറ്റും നടക്കുന്നത്. അടുത്തത് അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താ? ഈ പറയപ്പെടുന്ന ആ ഗ്രന്ഥങ്ങളൊക്കെ പരിശുദ്ധാത്മ നിവേശിതമായി എഴുതപ്പെട്ട വിശുദ്ധ ബൈബിളിന് തുല്യമെന്ന നിലയിലല്ലേ? അല്ലേ? വിശുദ്ധ തിരുവെഴുത്തായ ദൈവവചനത്തിന് തുല്യമെന്ന നിലയിലാണ് അദ്ദേഹം അതിനെ പരിഗണിക്കുന്നത്. ഒരു ഓർത്തഡോക്സുകാരനെ അങ്ങനെ പറയാൻ കഴിയൂ, ഒരു യാക്കോബക്കാരനെ അങ്ങനെ പറയാൻ കഴിയൂ, അത്യാവശ്യം കത്തോലിക്കനും അങ്ങനെ പറയും, വേറെ ഒരു മനുഷ്യരും അങ്ങനെ പറയില്ല. അങ്ങനത്തെ വിഡ്ഢിത്തം പറയാനായിട്ട് നാവ് ചലിക്കില്ല. നമ്മെ സംബന്ധിച്ച് ഈ പുസ്തകത്തിനകത്ത് രക്ഷാസന്ദേശമാണുള്ളത്. രക്ഷാസന്ദേശം, മാനവവർഗത്തിൻ്റെ രക്ഷയ്ക്ക് ആധാരമായ സകല കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന പരിശുദ്ധാത്മ നിവേശിതമായ ആർക്കും മാറ്റാൻ കഴിയാത്ത വിശുദ്ധ തിരുവെഴുത്താണിത്, വിശുദ്ധ തിരുവെഴുത്ത്. അപ്പോൾ ഇതിൻ്റെ തർജ്ജിമയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറഞ്ഞ് ചിലർ വരും. തർജ്ജിമയൊക്കെ അവിടെ കിടക്കട്ടെ എന്നേ. ഇതിൻ്റെ ഒറിജിനൽ പുതിയ നിയമം ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നത്, പഴയ നിയമം ഹീബ്രുവിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ മാനുസ്ക്രിപ്റ്റൊക്കെ ഇന്നുമുണ്ട്, അതിൻ്റെ മാനുസ്ക്രിപ്റ്റുകളൊക്കെ ഇന്നുമുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റാൻ ആർക്കും കഴിയില്ല. അത് തന്നെയല്ല, അതിനകത്തൊരു വ്യവസ്ഥ നമുക്ക് കാണാം. ആ വ്യവസ്ഥകളൊന്നും മാറ്റാൻ കഴിയില്ല. ചില ചട്ടങ്ങളും ചില രൂപരേഖകളൊക്കെ അതിൽ നിന്ന് തുറന്നു വന്നിട്ടുണ്ട്. അതൊന്നും ആർക്കും മാറ്റാൻ കഴിയില്ല. രക്ഷയ്ക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഒരേ ഒരു വഴി, കാൽവറിയിലെ ക്രൂശ് എന്ന ഒരേ ഒരു വഴി. ക്രൂശ് വഴിയല്ലാതെ ആർക്കും വീണ്ടെടുപ്പില്ല, ആർക്കും രക്ഷയില്ല. സുവിശേഷം എന്ന ഒരേ ഒരു മാധ്യമമേ ഉള്ളൂ രക്ഷയ്ക്ക് ആധാരമായിട്ട്. സുവിശേഷത്തിലൂടെ അല്ലാതെ ആർക്കും രക്ഷയില്ല. ഏത് മതസ്ഥനാണെങ്കിലും സുവിശേഷത്തിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ സുവിശേഷം എന്തെന്ന് അറിയണ്ടേ? സുവിശേഷം അറിയാത്തതുകൊണ്ടാണ് ഈ പറയപ്പെട്ട സിറിയൻ സമൂഹം എന്ന് പറയുന്ന ആ സമൂഹം കഴിഞ്ഞ ദീർഘവർഷങ്ങൾ AD 52 മുതലുള്ള ആ പുകഴ്ചയൊക്കെ പറയുമെങ്കിൽ അവർ സുവിശേഷം അറിയിച്ചിട്ടില്ല. ഇന്ത്യയിൽ സുവിശേഷം അറിയിച്ചിട്ടില്ല. ഇവിടെ ഞാൻ കാത്തലിക്കിലെ ഒരു ബിഷപ്പിൻ്റെ ഒരു സംസാരം നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുതിയ മെത്രാൻ തോമസ് തറയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം സംസാരിക്കുന്ന കാര്യം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കുകയാണ്. നിസ്സാരമേ ഉള്ളൂ. അതെന്തിനാണ് കേൾപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബിഷപ്പാണ് അദ്ദേഹം. ആശയപരമായി എനിക്ക് അദ്ദേഹത്തോട് യോജിപ്പില്ല, എന്നോട് അദ്ദേഹത്തിന് യോജിപ്പില്ല, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അദ്ദേഹം എപ്പിസ്കോപ്പൽ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. അവരുടെ കുദാശ രീതികൾ മറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളും വ്യത്യസ്തമായ നിലകളിൽ നിലകൊള്ളുന്നവരാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം എന്തെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ദൈവസ്നേഹവും മനുഷ്യത്വവും ഉണ്ട്. അദ്ദേഹം വിശുദ്ധ തിരുവെഴുത്തുകളെ ബഹുമാനിക്കുന്നയാളാണ്, മറ്റുള്ള പലരെയും പോലെയല്ല. അതുപോലെ തന്നെ ഈ യാക്കോബായ സമൂഹത്തിൽ അവിടെ കോട്ടയത്തിനടുത്തുള്ള തൂത്തൂട്ടി ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന ഫിലിക്സ് മാർ സെക്രിയാസ് എന്ന് പറയുന്ന മെത്രാപ്പോലീത്ത, എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര റെസ്പെക്റ്റാണ്. അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിനൊരു മനുഷ്യപ്പറ്റുണ്ട്. അദ്ദേഹം ബൈബിളിനെ വിശുദ്ധ തിരുവെഴുത്തായിട്ട് അംഗീകരിക്കുന്നയാളാണ്. അദ്ദേഹം യേശു ക്രിസ്തുവാണ് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നയാളാണ്. ക്രിസ്തു എന്ന അടിസ്ഥാനം, പത്രോസ് ഒന്നും അല്ല അടിസ്ഥാനം. അതുപോലെ തന്നെ മനുഷ്യരായിട്ട് കാണുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവരോടൊക്കെ നമുക്ക് റെസ്പെക്റ്റ്. അതേസമയം ബാക്കിയുള്ള പുള്ളികളൊന്നും അങ്ങനെയല്ല. അവരെല്ലാം നാടോടുമ്പോൾ നടുവേ ഓടുന്നവരാണ്. ഒരു തൊഴിൽ ചെയ്യുന്നു, ആരെ കണ്ടാലും കുമ്പിടും. കോട്ടയത്തിന് പോണ വഴിക്ക് ഏറ്റുമാനൂരും വണ്ടി നിർത്തും. കുന്നംകുളത്തേ കോട്ടയത്തിന് പോകുന്ന വഴിക്ക് ഏറ്റുമാനൂരും വണ്ടി ചവിട്ടി നിർത്തിയിട്ട് അവിടെ നെടുമ്പാട് വീണിട്ടാ പോകുള്ളൂ. പറയുമ്പോൾ ക്രിസ്ത്യാനിയാണെന്നാണ് പറയുന്നത്. എന്ത് ക്രിസ്ത്യാനി? ഈ ബഹുമാനായ ബിഷപ്പ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടെ. കോംപ്രമൈസിന് തയ്യാറാവുന്നുണ്ട് പല കാര്യങ്ങളിലും. ഈശോ മിശിഹ എന്ന് പേര് പോലും പറയാൻ പേടിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട്, മറ്റുള്ളവരെ ഭയപ്പെട്ടിട്ട്. എന്നാ പിന്നെ ഈശോ മിശിഹായെ പ്രഘോഷിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ഞാൻ എന്തിനാണ് ഒരു സ്ഥാപനം നടത്തുന്നത്? അല്ലെങ്കിൽ ധൈര്യപൂർവ്വം എന്നെ ഒന്നാലും വേണ്ടില്ല, ഞാനിത് പറയും, ഞാൻ നിങ്ങളെ നിർബന്ധിച്ചില്ല, പക്ഷെ എനിക്കത് പ്രഘോഷിക്കാൻ അവകാശമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഈ ലോകത്തെ എല്ലാം ഭയപ്പെട്ട് പിന്മാറി ലോകത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആത്മരക്ഷയൊക്കെ പ്രധാനപ്പെട്ടതല്ലാതായിട്ട് മാറി. ആത്മരക്ഷ ലക്ഷ്യം അല്ലെങ്കിൽ പൗരോഹിത്യത്തിന് എന്താണ് അർത്ഥം? കൂദാശകൾക്ക് എന്താണ് ലക്ഷ്യം?
സഭയ്ക്ക് എന്നാണ് കാര്യം ആത്മരക്ഷയില്ലെങ്കിൽ? ഈ സഭ ഒരു NGO, ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, കുറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്. അതിന്റെ അപ്പുറത്തേക്ക് സഭ എന്താണ് ആത്മരക്ഷയില്ലെങ്കിൽ? അപ്പൊ നമ്മള് വൈദികനാണെങ്കിലും സന്യസ്തരാണെങ്കിലും അൽമായരാണെങ്കിലും വിശ്വാസികളാണോ, ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ട് കരുതേണ്ടത് ആത്മരക്ഷ തന്നെയാണ്. ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ, അത് പുള്ളി തറപ്പിച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അപ്പം മറ്റുള്ള മനുഷ്യരെയൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലെന്നാണ് പുള്ളി പറയുന്നത്. അതെനിക്കറിയില്ല, എൻ്റെ അറിവിൽ യേശുക്രിസ്തുവിലൂടെയാണ്, ബാക്കി കാര്യത്തിലേക്ക് ഞാൻ തലയിടുന്നില്ലെന്നാണ് പറയുന്നത്. സുവിശേഷാനുസൃതമായിട്ട് ജീവിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ആത്മരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടെ ഒരു ബോധ്യം കുറഞ്ഞുപോയി. മൂന്നാമത്, ഈശോ മിശിഹ ഏകരക്ഷകനാണെന്നും സഭയെന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ ശരീരമാണെന്നും തുടർച്ചയാണെന്നും ഒക്കെയുള്ള ബോധ്യം കൊടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടു പോയി. ഈശോ മിശിഹ ഏകരക്ഷകനാണെങ്കിൽ രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഈശോ മാത്രം. അവന്റെ ശരീരമായ സഭയിലൂടെ മാത്രമേ നമുക്ക് രക്ഷ ഉള്ളൂ. മറ്റുള്ളവർ രക്ഷിക്കപ്പെടുകയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഒരേ ഒരു മാർഗം, വെളിപ്പെട്ട് കിട്ടിയ ഒരേ ഒരു മാർഗം സഭയാണ്. മറ്റുള്ളവരെ കരുണാമയനായ ദൈവം രക്ഷിക്കുമായിരിക്കും, കാരണം ദൈവം ആരും നശിച്ചു പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വഴികളെ സംബന്ധിച്ച് പറയുമ്പോൾ എന്റെ മുമ്പിൽ ഏറ്റവും വ്യക്തമായിട്ട് വെളിപ്പെട്ടിരിക്കുന്ന വഴി സഭ മാത്രമാണ്. അതുകൊണ്ട് സഭയിൽ നിന്ന് വേറിട്ടൊരു ചിന്ത എനിക്കില്ല എന്നുള്ളൊരു ബോധ്യം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇതിന് രണ്ട് ഭാഗമുണ്ടല്ലോ. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പിന്നാലെ പറയാം. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞല്ലോ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ. പക്ഷെ നമ്മുടെ ബഹുമാനായ ബിഷപ്പ് പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം ആ കാര്യം പറയുന്നു, യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷയെന്ന് പറയുന്നെങ്കിലും ഇവിടെയുള്ള പബ്ലിക്കിനോടുള്ള ബന്ധത്തിൽ മറ്റ് സമൂഹം, ജാതീയ സമൂഹങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ, പല വർഗത്തിൽപ്പെട്ട ആളുകളില്ലേ, അവരുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്താത്ത നിലയിൽ അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്തെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് കൈമലർത്തുന്നുണ്ട്. അത് എനിക്കറിയില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയാണ്. അതൊക്കെ ദൈവം നോക്കിക്കോളും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, യേശുക്രിസ്തുവിലൂടെയാണ് ആത്മരക്ഷ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ നമുക്ക് ആ കാര്യത്തിൽ വ്യക്തതയുണ്ട് സഹോദരങ്ങളെ, നമുക്ക് ആ കാര്യത്തിൽ വ്യക്തതയുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒത്തിരി ചാരിറ്റബിൾ സ്ഥാപനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നതാണ്. സമൂഹത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു കൂട്ടരാണ് കാത്തലിക്, മറ്റ് ഇതര കൂട്ടങ്ങളൊക്കെ. അതുകൊണ്ട് അവർക്ക് പലരെയും ഭയക്കേണ്ടതുണ്ട്, അവർക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്, കോംപ്രമൈസ് ചെയ്തൊക്കെ പോകേണ്ടി വരും പല കാര്യത്തിലും. നമുക്കങ്ങനെയൊന്നുമില്ല. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, ആരെയും തൃപ്തിപ്പെടുത്താനുമില്ല, കോംപ്രമൈസ് ചെയ്യാനും ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളങ്ങ് പറയാണ് മറ്റൊരുത്തരിനും രക്ഷയില്ല, ആത്മരക്ഷയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. അത് യഹൂദനാകട്ടെ, യവനനാകട്ടെ, കത്തോലിക്കനാകട്ടെ, ഓർത്തഡോക്സുകാരനാകട്ടെ, പെന്തിക്കോസുകാരനാകട്ടെ, ബ്രദറുകാരനാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, അല്ലാത്ത വാദിയാകട്ടെ, ഏത് വാദിയാകട്ടെ, രക്ഷയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. ആ നാമം കേൾക്കാത്ത, സുവിശേഷം കേൾക്കാത്ത വ്യക്തികളെ നിത്യതയിൽ എന്തു ചെയ്യുമെന്നൊരു ചോദ്യം കിടപ്പുണ്ട്. അതിനാണ് അദ്ദേഹം കൈമലർത്തിയത്. ചിരിച്ചുകൊണ്ട് അതങ്ങ് തള്ളിക്കളഞ്ഞു. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ലെന്നുള്ള രീതിയിൽ. പക്ഷെ നമുക്ക് പറയാനുണ്ടെന്നേ, സുവിശേഷം കേൾക്കാത്തവരുടെ ഉള്ളിലും ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്. അതവരുടെ മനസാക്ഷിയിൽ വെച്ചിരിക്കുന്നു. റോമാലേഖനം വ്യക്തമായത് പഠിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ മനസാക്ഷിക്കനുസരിച്ച് അവർക്ക് ന്യായവിധി ഉണ്ടാകും. കൃത്യമല്ലേ? ഈ പ്രമാണം എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. നിത്യതയെക്കുറിച്ചുള്ളൊരു ചിന്ത എല്ലാവരുടെ ഉള്ളിലും ഇട്ടിട്ടുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ നിത്യതയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഒരു സ്പേസ് അകത്ത് ഇട്ടിട്ടുണ്ട്. ആ സ്പേസിലാണ് ഇപ്പോൾ സൈറ്റാൻ അത് ഒക്യുപ്പൈ ചെയ്യുന്നത്. പുള്ളിയാണ് അവിടെ കസേരയിട്ട് നീണ്ടു തുറന്ന് കിടക്കുക. അവനെ അടിച്ച് പുറത്താക്കണം, അല്ലേ? അവനകത്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അവനെ പിടിച്ച് പുറത്താക്കിയിട്ട് ആകം ശുദ്ധീകരിക്കണം, കുഞ്ഞാടിൻ്റെ തങ്കച്ചോറയാൽ അവിടെ സ്പ്രിങ്കിൾ ചെയ്യണം. എന്നിട്ട് വേണം തേജോമയനായ ദൈവത്തിന് അവിടെ വന്ന് വാസം ചെയ്യണമെങ്കിൽ. അല്ലാതെ കുഞ്ഞുനാളിൽ അച്ഛൻ വെള്ളം തലയിൽ തളിച്ചെന്നും പറഞ്ഞിരിക്കുക ആളുകൾ, വെറുതെ ആയുസ് പാഴാക്കുക. പോക്കാണെന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്, എഴുതി വെച്ച് തരാം. പോക്കടിക്കും. നിങ്ങൾ എത്ര ദാനധർമ്മം ചെയ്താലും എത്ര നന്മ പ്രവൃത്തി ചെയ്താലും നിത്യത കണി കാണില്ലെന്ന് കുറിച്ചു വെച്ചോ. വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ, വെളിപ്പെടുന്ന പുതിയ യെരൂശലേമിലൊന്നും നിങ്ങൾക്ക് ഒരു ഓഹരിയും പങ്കാളിത്തം ഉണ്ടാകില്ല. എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. അതിലേക്ക് പ്രവേശനം വേണോ? യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ കണ്ടുമുട്ടണം. ജീവിതം യേശുക്രിസ്തു എന്ന കർത്താവിന് കൈമാറണം. ഇതാണ് കണ്ടീഷൻ.
രക്ഷയ്ക്ക് കണ്ടീഷനില്ല, സൗജന്യമായാണ് രക്ഷ. അതാ പറഞ്ഞത്, യേശു ക്രിസ്തു എന്ന രക്ഷകനെ കണ്ടെത്തുക. ആ രക്ഷാനുഭവത്തിലേക്ക് ചൂട് വെച്ച് കഴിഞ്ഞാൽ ജീവിതം കൈമാറുക. അവിടെയാണ് കണ്ടീഷൻ പറഞ്ഞത്. കർത്തൃത്വം കൈമാറുക. പിന്നീട് അവനെൻ്റെ രക്ഷിതാവും അവനെൻ്റെ കർത്താവുമായി മാറുകയാണ്. എൻ്റെ മുഴുവായുസ്സും ഞാൻ അവൻ്റെ വകയാണ്. പൗലോസ് പറയുന്നില്ലേ, എനിക്കവനെ അറിയണമെന്ന്, എനിക്കവനെ രുചിച്ചു നോക്കണമെന്ന്. എന്ന് വെച്ചാൽ യേശുക്രിസ്തു എന്നെ കേക്കാണോ രുചിച്ചു നോക്കാൻ? ഇതൊക്കെ ആത്മീയ ഭാഷകളാണ്. ആത്മീയർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാകുകയുള്ളൂ. മാമോദീസ വെള്ളം തലേ വീണവൻ ഇതെല്ലാം മനസ്സിലാകുമോ? ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. വീണ്ടും ജനിച്ചവന് മാത്രമേ ഇതൊക്കെ മനസ്സിലാകുകയുള്ളൂ. ദൈവത്തിൻ്റെ ഭാഷകൾ വീണ്ടും ജനിച്ചവന് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അല്ലാത്ത ഒരുത്തനും മനസ്സിലാകില്ല. ഏതൊക്കെയോ സമൂഹങ്ങളുടെ ഭാഗമായി നിൽക്കുന്നു. പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. അത്തരക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്, കുറവൊന്നുമല്ല. ഇങ്ങനത്തെ സൈസ് കമൻറ്റും കാര്യങ്ങളൊക്കെ പറയാനും എഴുതാനും പാകത്തിന് പ്രാപ്തരായവർ. എനിവേ, നമ്മുടെ ബിഷപ്പ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ബിഷപ്പ് തോമസ് തറയിലിനോടുള്ള ബന്ധത്തിൽ എനിക്ക് റെസ്പെക്റ്റ് ഉള്ള ആളാണെന്ന്. കാത്തലിക് ബിഷപ്പുമാരെയൊക്കെ എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ കാണുന്ന സ്ഥലത്തെല്ലാം ചവിട്ടുന്ന ആൾക്കാരാണ്. പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞത്? സഭാ സമൂഹം എന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടോ ഇരിക്കേണ്ടതല്ല. അതിനല്ല പ്രാധാന്യം. ആത്മരക്ഷയ്ക്കാണ് പ്രാധാന്യം. ആത്മരക്ഷയില്ലെങ്കിൽ തൻ്റെ പൗരോഹിത്യവും തൻ്റെ ശുശ്രൂഷകളൊക്കെ വ്യർത്ഥമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവർ ആത്മരക്ഷയ്ക്ക് ഊന്നൽ കൊടുക്കുകയാണ്. സുവിശേഷം അതിൻ്റെ പകിട്ടിൽ അവർ പറയുന്നില്ലെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ. മനുഷ്യരെ രക്ഷിക്കണമെന്നും മറ്റു മതസ്ഥരോടും മറ്റു മനുഷ്യരോടും നമുക്ക് പറയാമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. നിർബന്ധിക്കണ്ട, നമ്മളാരും നിർബന്ധിക്കാറില്ലല്ലോ. പറയാമല്ലോ. അവൻ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുക, അത് അവൻ്റെ കാര്യം. സന്ദേശം കൈമാറാമല്ലോ. കാത്തലിക്സ് പല നിലകളിൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് ശരിയായ ട്രാക്കിലാണോ എന്ന് ചോദിച്ചാൽ അത് വേറൊരു ടോപ്പിക്കാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിനെയാണ് കാണുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെയാണ് കാണുന്നത്. അതേസമയം മറു സൈഡിലുള്ള ഈ കമൻ്റ് തൊഴിലാളികൾ, അവരുടെ കൂട്ടം AD 52 മുതലുള്ള നീളമൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവരെവിടെയാണ് സുവിശേഷം അറിയിച്ച്? ഹിമാചലിൽ ഇവർ സുവിശേഷം അറിയിച്ച് യേശു ക്രിസ്തുവിനെ അറിഞ്ഞൊരു മനുഷ്യനുണ്ടോ? ജമ്മു കാശ്മീരിൽ ഇവർ സുവിശേഷം അറിയിച്ച് യേശു ക്രിസ്തുവിനെ അറിഞ്ഞൊരു മനുഷ്യനുണ്ടോ? നോർത്ത് ഈസ്റ്റിൽ ഇവർ സുവിശേഷം അറിയിച്ച് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു മനുഷ്യനുണ്ടോ? ഇവരെവിടെ അറിയിച്ചെന്നാണ് പറയുന്നത്? ഇവരെന്തറിയിച്ചു? അവരുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നവരോട് പോലും ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നില്ല. അവിടെയെല്ലാം മലങ്കര വർഗീസിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് പഠിപ്പിച്ചു വിടുന്നത്. നമ്മളെ എന്നാണോ കൈകാര്യം ചെയ്യാൻ വരുന്നത്? ഒരു പിടിയില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ശബ്ദം കേട്ടു നിലമ്പൂരിൽ നിന്ന്. കയ്യും വെട്ടും കാലും വെട്ടും പിന്നെ തോട്ടി കൊണ്ടുപോയി കളയുമെന്ന്. രാഷ്ട്രീയക്കാരൻ്റെ മുദ്രാവാക്യമാണ് കയ്യും വെട്ടും കാലും വെട്ടുമെന്ന്. ആ വെട്ടിയ പാർട്ടികളൊക്കെയാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ കുത്തക അവകാശം പറയുന്ന ആൾക്കാർ. ഇവർക്കൊക്കെ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ച് പറയാൻ എന്താ അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ അഗ്രസീവായിട്ട് അവർക്ക് തോന്നും. ചിലപ്പോൾ ഒട്ടും അഗ്രഷനിലല്ല പറയുന്നത്, യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറയുന്നതാണ്. ചിരിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കാര്യങ്ങളുടെ ഗൗരവ നിമിത്തമാണ് അങ്ങനെ ചിരിക്കാൻ പറ്റാത്തത്. ഞാനൊരു ബിഷപ്പിനെ പരിചയപ്പെടുത്തിയില്ലേ, വളരെ ബഹുമാന പുരുഷരാണ് പരിചയപ്പെടുത്തിയത്. ഓർത്തഡോക്സിലെ പല ബിഷപ്പുമാരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ലേ. ഗണപതിനെ പൂജിക്കുന്നവരും ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നവനും ഏറ്റുമാനൂരപ്പന് കുമ്പിടുന്നവനും ശബരിമല ശാസ്താവിന് നേർച്ച കൊടുത്തു വിടുന്ന മെത്രാന്മാർ, ഇതൊക്കെയുള്ളൂ ഓർത്തഡോക്സിൽ. അല്ലാതെ യേശു ക്രിസ്തു ഏകരക്ഷകൻ, യേശുവിൻ്റെ ക്രൂശല്ലാതെ രക്ഷയ്ക്ക് വേറെ മാർഗമില്ല. ഏതൊരു മുസൽമാനും ഹൈന്ദവനും നിരീശ്വരവാദിയും ആരുമാകട്ടെ, മനുഷ്യനായി പിറന്നവർ വരാൻ പോകുന്ന പുതിയ ഭൂമിയിലേക്ക് പ്രവേശനം വേണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കണമെന്ന് ഇവരാരെങ്കിലും പറയോ? പക്ഷെ ആ മനുഷ്യനെ നിങ്ങൾ നോക്ക്, അദ്ദേഹം ആത്മരക്ഷ എന്നൊരു വാക്കെങ്കിലും പറഞ്ഞില്ലേ. മറു സൈഡിൽ ഇവരൊക്കെ പഠിപ്പിക്കുന്നത് എന്താ? ഇവരൊക്കെ പഠിപ്പിക്കുന്നത് ഈ അടുത്തിടയ്ക്ക് അവരുടെ ഒരു പുരോഹിതൻ്റെ ഒരു മെസ്സേജ്, അതിൻ്റെ ഹെഡിങ് ഞാൻ കണ്ടു, ന്യായവിധിയെക്കുറിച്ചുള്ളത്. ഞാൻ കേട്ടില്ല, ന്യായവിധിയെക്കുറിച്ചാണ് ഹെഡിങ്. അത് തുറന്ന് കേട്ടില്ല ഞാൻ. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവർ പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ മറ്റു മനുഷ്യരിലൂടെ അവരുടെ ഇടയിലുള്ള ആളുകളിൽ നിന്ന് പുറത്തു വന്നത് എങ്ങനെയാണ്? യേശു ക്രിസ്തു ശിക്ഷ അനുഭവിച്ചു, ഇനി ആർക്കും ശിക്ഷയില്ല. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു എല്ലാവരുടെ ഉള്ളിലും വന്നു കഴിഞ്ഞു. അതുപോലെ ഇവർ പറയുന്ന ഇവരുടെ വലിയ സുവിശേഷം എന്താണെന്നറിയാവോ? അതും കൂടെ ഒന്ന് വായിച്ചേക്കാം.
മുന്നമേ നമ്മൾ വായിച്ചിട്ടുള്ളതാ, എന്നാലും ഒന്നുകൂടെ വായിച്ചേക്കാം. കൊലേസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. കൊലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 6. ആ സുവിശേഷം സർവ്വലോകത്തിൽ എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. കൊലേസ് ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വാസം ചെയ്യുന്നു എന്നാണ്. സകല മനുഷ്യരിലും വാസം ചെയ്യുന്നു. ഇപ്പം എന്താ വായിച്ചത്? ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. സുവിശേഷം എല്ലായിടത്തും എത്തി. നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചു വരുന്നു. സർവ്വലോകത്തിൽ സുവിശേഷം എത്തി. സർവ്വലോകത്തിലുള്ള ആളുകളും ആ സുവിശേഷം ഏറ്റെടുത്തു. സർവ്വലോകത്തിലുള്ള ആളുകളും സുവിശേഷ പ്രകാരം ഫലം കായ്ച്ചു വരുന്നു. നിങ്ങൾ കാണുന്നില്ല ആ ഫലമൊക്കെ? നമ്മുടെ ഹിസ്ബുള്ളയുടെ നേതാവ് നസറുള്ള പുള്ളി ഫലം കായ്ക്കുന്നുണ്ട്. ഫലം കായ്ച്ചു തോന്നുന്നു ഇന്നലെ കണ്ട്. പിന്നെ നമ്മുടെ ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ആഴ്ച വരെ പുള്ളി ഫലം കായ്ച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ലോകത്തിലെല്ലാവരും എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ സുവിശേഷം കൈക്കൊണ്ട് എല്ലാവരും ഫലം കായ്ക്കുക എന്നാണ് പറയുന്നത്. ഇനി സുവിശേഷം അറിയിക്കേണ്ട കാര്യമില്ല. ഈ പെന്തിക്കോസുകാരെന്ന് പറയുന്ന ആളുകൾ ബോധമില്ലാതെ വെളിവില്ലാതെ റോഡ് മുഴുവൻ നിന്ന് വിളിച്ചു ഊഹിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ദൈവമാണ് വലുത്, ഞങ്ങളുടെ സുവിശേഷത്തിൽ വിശ്വസിക്കണം, ഇതാണ് വഴി, ഇങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുന്നൊക്കെ പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കുക ഇവന്മാർ. ഞങ്ങളോ അങ്ങനെയല്ല. ഞങ്ങളുടെ വെളിപ്പാടെന്താ? സുവിശേഷം സർവ്വലോകത്തിലും എത്തി. ഇനി ബന്ധപ്പെടേണ്ട കാര്യമില്ല. ഇനി നമുക്കുള്ള കുർബാന അർപ്പിച്ച് ഉള്ള കുർബാന ഭക്ഷിച്ച് അങ്ങനെ പെരുന്നാളും മറ്റ് കാര്യങ്ങളും വെടിക്കെട്ടും മറ്റിടപാടുകളും ഒക്കെ ആയിട്ട് നമുക്കങ്ങനെ മുന്നോട്ട് പോവാം. അതാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെയൊക്കെ കാത്തിരിക്കുന്ന ന്യായവിധി കനത്തതാണെന്ന് ഞങ്ങൾ ലളിതമായി പറഞ്ഞ് അവസാനിപ്പിക്കുക ആ ഭാഗം. കാത്തിരിക്കുന്ന ന്യായവിധി. സുവിശേഷത്തെ തെറ്റായി വ്യാഖ്യാനിച്ചവർ, സുവിശേഷത്തെ തെറ്റായി വ്യാഖ്യാനിച്ചവർ 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷം എത്തിയെന്ന് ഓർത്ത് അന്നത്തെ മനുഷ്യർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. 1-ാം നൂറ്റാണ്ടിലുള്ളവർ സുവിശേഷം കേട്ടു, ശരി. പിന്നെ ജനിച്ചവർ കേൾക്കണ്ടേ? സൗരങ്ങളെ ശ്രദ്ധിക്കുക. പിന്നെ ജനിച്ചവർ കേൾക്കണ്ടേ സുവിശേഷം? അതിനുള്ള മറുപടി എന്താണെന്നറിയാവോ? പിന്നെ ജനിച്ചവർ അവർക്ക് മാമോദീസ കൊടുത്താൽ മതി, അതാണ് സുവിശേഷം. എങ്ങനെയുണ്ട്? പിന്നെ ജനിച്ചവർക്ക് ആദ്യ റൗണ്ടിൽ സുവിശേഷം അറിയിക്കണം, അതറിയിച്ചു. അടുത്ത റൗണ്ടോ? അടുത്ത റൗണ്ട് മാമോദീസായിൽ എല്ലാവരെയും ദൈവരാജ്യത്തിൽ കൊണ്ടുവരാം. ഇനി അങ്ങനെ മാമോദീസായിൽ ദൈവരാജ്യത്തിൽ വരാത്ത ആളുകളും അവരെല്ലാം രക്ഷപ്പെട്ടവർ തന്നെയാണ്. ഇതൊക്കെ എന്നാ ആശയങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ സമൂഹത്തിനിടയിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരും ഇതൊന്നും അംഗീകരിക്കാത്തവരും കാണും കേട്ടോ. അടച്ചു പറയല്ല, നമുക്ക് ബഹുഭൂരിപക്ഷത്തിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളാണിത്. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇവരുടെ പല ആളുകളും പ്രസംഗിച്ചതും പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ കിടപ്പുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് ഈ പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മളൊരു മെത്രാനെ പരിചയപ്പെട്ടു. അദ്ദേഹം പറയാണ് സുവിശേഷം അറിയിക്കേണ്ടതുണ്ട്, കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, നമ്മൾ പലതിനെയും ഭയക്കുകയാണ്, അങ്ങനെയല്ല വേണ്ടതെന്ന്. വാസ്തവമായ കാര്യമല്ലേ? അവിടെ ഞാൻ പറഞ്ഞത് ഈ ക്രമമൊക്കെ ഉള്ളവർ പെന്തിക്കോസുകാരാണെന്ന്. ഒത്തിരി കുഴപ്പങ്ങൾ പറയാനുണ്ട്, കുറവുകൾ പറയാനുണ്ട്. അതൊക്കെ പറയാനുള്ളപ്പോൾ തന്നെയും ഇന്നും അവർ സുവിശേഷം അറിയിക്കുന്നു. ഈ കാലത്തും അവർ മനുഷ്യരോട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പങ്കുവയ്ക്കുന്നു. നമ്മൾ കുറേ ആഴ്ചകളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ തെളിയിക്കാനും പറയാനും ഒക്കെ പരിശ്രമിക്കുന്നത് എന്താ? ഏതെങ്കിലും വിധത്തിൽ മനുഷ്യൻ്റെ കണ്ണ് തുറന്നാൽ തുറക്കട്ടെ എന്ന് ഓർത്തല്ലേ? വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. സകല മനുഷ്യരുടെയും കണ്ണ് അന്ധമാണെന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. എല്ലാവരും ഇരുളിലാണ്. അതാണ് ഒരു പുതിയ നിയമ വീക്ഷണം. അതാണ് എല്ലാ മനുഷ്യരുടെയും കണ്ണ് അന്ധമാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ അത് എഴുതിയിരിക്കുകയാണ്. അവരുടെ കണ്ണ് തുറക്കുന്നത് സുവിശേഷം അവരെ തട്ടി ഉണർത്തുമ്പോഴാണ്. സുവിശേഷം ഒരുവനെ തട്ടി ഉണർത്തുമ്പോഴാണ് അവൻ്റെ കണ്ണ് തുറന്നു വരുന്നത്, അല്ലേ? കണ്ണ് തുറന്നവൻ ക്രൂശിൻ്റെ ദർശനം പ്രാപിക്കുകയാണ്. അങ്ങനെയാണ് ക്രൂശിൻ്റെ ചുവട്ടിൽ അടിയറവ് പറയുന്നത്, സറണ്ടർ ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഒരുവൻ ദൈവരാജ്യത്തിലേക്ക് വരുന്നത്. ഇതാണ് പ്രാഥമികമായ പഠനം. അപ്പോൾ അത് ഒട്ടുമുക്കാൽ ആളുകൾക്കും അറിയാം. യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷയെന്നൊക്കെയുള്ളത് അറിയാവുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ അതിൻ്റെ ആഴങ്ങളും അതിൻ്റെ ഗൗരവവും പലർക്കും അറിയില്ല. അതിൻ്റെ തെളിവ് എങ്ങനെയാണ്? അതിന് തെളിവാണ് എഫേസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. പൗലോസ് ലീഗ എഫേസ്യരോടുള്ള ബന്ധത്തിൽ പറയാണ്, എഫേസ്യരുടെ കണ്ണ് തുറന്നതാണ്.
ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ദാസൻ പൗലോസ് തൻ്റെ 3-ാം മിഷൻ യാത്രയിൽ എഫെസോസിൽ കടന്നു വന്ന് സുവിശേഷം അറിയിച്ച് ആ സുവിശേഷം അവരെ തട്ടി ഉണർത്തിയതാണ്. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടതാണ്. അങ്ങനെ കണ്ണുകൾ തുറക്കപ്പെട്ട വിശുദ്ധന്മാരാണ് എഫെസോസിലുള്ളത്. എഫേസ് ലേഖനം എഴുതുമ്പോൾ എഫെസോസിലുള്ള വിശുദ്ധന്മാർക്കാണ് എഴുതുന്നത്. കണ്ണ് തുറക്കപ്പെട്ടവർക്ക് എഴുതുന്ന ലേഖനമാണ്. പക്ഷേ 1-ാം അധ്യായത്തിൽ തന്നെ മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ പറയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന്. എന്ന് വെച്ചാൽ നിങ്ങളുടെ അകക്കണ്ണ് ഇനിയും തുറക്കേണ്ടതുണ്ട്. തുറന്നിട്ടുണ്ട്, പോരാ, ഇനിയും നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ കുറച്ചും കൂടെ ബ്രോഡ് ആകണം, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറണം, ഇനിയും നിങ്ങളുടെ കണ്ണ് തുറക്കണമെന്നാണ് പറയുന്നത്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 2000 വർഷത്തെ ക്രൈസ്തവ സഭയുടെ ചരിത്രം പറയുമ്പോൾ ഇന്നും പല വചനങ്ങളും പൊതിയാത്തേങ്ങകളാണ്. ഇന്നും പല വചനങ്ങളും അതിൻ്റെ അർത്ഥങ്ങൾ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. ഇന്നും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. അത് എപ്പിസ്കോപ്പൽ സമൂഹത്തിലുള്ളവർക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. പെന്തിക്കോസ് സമൂഹത്തിലുള്ള ആളുകളുണ്ടല്ലോ, അവർക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല പല കാര്യങ്ങളും. ഈ വർത്തമാനം പറയുന്ന നമുക്കും പല കാര്യങ്ങളും ഇന്നും വെളിപ്പെട്ടിട്ടില്ല. പലതും ഇന്നും മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യം എന്താ? ഒരാകാംക്ഷയുണ്ട്, എപ്പോഴും ആത്മാവിലൊരു ദാരിദ്ര്യാവസ്ഥയുണ്ട്, ഒരു സത്യാന്വേഷണം ഉള്ളിലുണ്ട്, അറിയാനുള്ള ആഗ്രഹം, തുറന്നു കിട്ടാനുള്ള വ്യഗ്രത, ഒരു വെമ്പൽ, ഒരു വിശപ്പും ദാഹവും. അത് മാത്രമേ നമുക്ക് കൈമുതലായുള്ളൂ. നമ്മൾ പിടിച്ചതൊന്നും പറയുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഒരു അന്വേഷണത്തിലാണ്. അതിൻ്റെ പ്രാഥമികമായ ഘട്ടങ്ങൾ കഴിഞ്ഞു. യേശു ക്രിസ്തുവിലൂടെ മാത്രം രക്ഷ എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ആ ക്രിസ്തുവിനെ നമ്മളിന്ന് രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീണ്ട 30 വർഷത്തിന് ശേഷം പൗലോസ് പറയുകയാണ്, റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന്, ദമസ്കോസ് മുതൽ നീണ്ട 30 വർഷം റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന് പറയാണ്, എനിക്ക് അവനെ ഇനിയും അറിയണമെന്ന്. ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് തന്നെയാണ് എഫേസ്യ സഭയോട് പറയുന്നത്, നിങ്ങളുടെ കണ്ണ് ഇനിയും തുറക്കണമെന്ന്. തൻ്റെ അനുഭവം ഫിലിപ്പ് ലേഖനത്തിലാണ് പറയുന്നത്, എനിക്ക് അവനെ ഇനിയും അറിയണമെന്ന്. പക്ഷേ എഫേസ്യ സഭയോടുള്ള ബന്ധത്തിൽ എഫേസ് ലേഖനത്തിൽ പറയാണ്, നിങ്ങൾ ഇനിയും അറിയണമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഇനിയും തുറക്കണമെന്ന്. ഇത് താഴ്മയും എളിമയും ഉള്ളവർക്കൊക്കെ തുറന്നു കിട്ടുകയുള്ളൂ. അല്ലാതെ മതഭ്രാന്തൊക്കെ കയ്യിലുണ്ടെങ്കിൽ, എന്നെ വർഗീയവാദി എന്നും മതഭ്രാന്തൻ എന്നും അയാൾ വിളിച്ചത്, വർഗീയവാദി എന്നീ, അതെന്തർത്ഥത്തിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഓർത്തഡോക്സുകാർ എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്, ഞാൻ എൻ്റെ വർഗത്തിന് മാത്രം ഈ ഭൂമി ജീവിക്കാൻ കഴിയുള്ളൂ അങ്ങനെ പറയുന്നയാളാണോ? വർഗീയവാദി എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം മതി, വേറെ ആരും വേണ്ടെന്നല്ലേ? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസം എന്താ? ഇവിടെയുള്ള സകല മനുഷ്യർക്കും, നിരീശ്വരവാദിയാകട്ടെ, മുസൽമാനാകട്ടെ, ഹൈന്ദവനാകട്ടെ, ബുദ്ധമതക്കാരനാകട്ടെ, ഏത് മതക്കാരനും ആകട്ടെ, അവർക്കെല്ലാം ഇവിടെ സ്പേസ് വേണമെന്ന് വാദിക്കുന്നയാളാണ് ഞാൻ. അവർക്കെല്ലാം ഈ ഭൂമിയിൽ സ്പേസ് വേണം. അത് തന്നെയല്ല, അവരുടെ മതപരമായ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും അത് പ്രഘോഷിക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവർക്കുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യരായി ജീവിക്കുന്നുണ്ട്, അവരത് ചെയ്യട്ടെ, അതിനുള്ള അവകാശം അവർക്കുണ്ട്. അതിനിടയിൽ എളിയവരായ നമുക്കും ഒരിറ്റ് സ്പേസ്, ഒരു കാലെങ്കിലും കുത്തി നിൽക്കാൻ വേണമെന്നേ പറയുന്നുള്ളൂ. ആ ഒരു കാലിൽ നിന്നുകൊണ്ടാണെങ്കിലും നമുക്ക് ഘോഷിക്കാനുണ്ട് നമ്മുടെ രക്ഷകരും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച്. നമ്മൾ പറയുമ്പോൾ അസന്നിഗ്ധമായിട്ടാണ് പറയുന്നത്, അല്ലേ? നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഒഥൻറ്റിക് ആയിട്ടാണ് പറയുന്നത്. യേശു ക്രിസ്തുവിലൂടെ മാത്രം. അതെന്താ അങ്ങനെ പറയുന്നത്? നമുക്ക് മുൻഗാമികളുണ്ട്. നമ്മുടെ പൂർവന്മാരായ അപ്പോസ്തലന്മാർ, പത്രോസ് തറപ്പിച്ചു പറഞ്ഞു മറ്റൊരുത്തരിലും രക്ഷയില്ലെന്ന്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? പത്രോസ് എന്ന വർഗീയവാദിയുടെ പിൻഗാമിയാ ഞാൻ, അല്ലേ? പത്രോസ് എന്ന വർഗീയവാദിയുടെ പിൻഗാമിയാ ഞാൻ. പത്രോസ് പറയുന്നു മറ്റൊരുത്തരിലും രക്ഷയില്ലെന്ന്. അങ്ങനെ പറഞ്ഞത് മോശമല്ലേ? അതൊരു സത്യമാണ്. മോശയും ഗീശയല്ല, അതൊരു സത്യമാണ്. ആ സത്യം തന്നെയാണ് നമ്മൾ ഇന്നും പറയുന്നത്. സ്നേഹത്തിൽ സത്യം സംസാരിക്കുകയാണ്. യേശു ക്രിസ്തുവിലൂടെ മാത്രം രക്ഷ. അത് പറയുന്നുണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളായ ആരുടെയും ഹൃദയം വേദനിക്കേണ്ട ആവശ്യമുണ്ടോ? അത് പറയുന്നുണ്ട് ഇസ്ലാമിക് സഹോദരങ്ങളുടെ ഹൃദയം വേദനിക്കേണ്ട ആവശ്യമുണ്ടോ? അവരുടെ ഒരു കാര്യം നമ്മൾ കോട്ട് ചെയ്തില്ല. നമ്മൾ പറഞ്ഞത് യേശു ക്രിസ്തു മാത്രമാണ് ആത്മരക്ഷയ്ക്കുള്ളതെന്നാണ്. അവർ പറഞ്ഞോട്ടെ, അവർക്കും അതുപോലെ പറയാം. മുഹമ്മദ് നബിയിലൂടെ മാത്രമാണ് രക്ഷയെന്ന് അവർ പറഞ്ഞോട്ടെ. അള്ളയാണ് ഏക അള്ള എന്ന് അവർ മുഴത്തിൽ പറയുന്നില്ലേ? അവർക്കൊരു ലജ്ജയുമില്ല 5 നേരം വാങ്ക് വിളിക്കുന്നതിന്. വാങ്ക് വിളിക്കുമ്പോൾ എന്നതാ പറയുന്നത്? അള്ളയുള്ളൂ എന്നാണ് പറയുന്നത്. വേറെ പുള്ളികളൊന്നും ശരിയല്ലെന്നാ ആ വാങ്ക് വിളിയിൽ പറയുന്നത്. അതവർ പറഞ്ഞോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യം. ഹൈന്ദവ സഹോദരങ്ങൾ അത് പറഞ്ഞോട്ടെ. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ അങ്ങനെ ഏതണ്ട, അവരിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് അവരും പറഞ്ഞോട്ടെ. നമുക്ക് വല്ല പരാതിയുണ്ടോ? ആർക്കും പറയാം.
എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതൊക്കെ പറഞ്ഞോട്ടെ. പക്ഷെ നമ്മൾ സ്നേഹത്തിൽ സത്യമാണ് സംസാരിക്കുന്നത്, യേശു ക്രിസ്തുവിലൂടെ മാത്രം. അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് പ്രാഗൽഭ്യമുണ്ടല്ലോ. അവൻ്റെ ജനനം മുതൽ, ആ ജീവിതം മുതൽ, ആ മരണം, അടക്കം, ഉയർപ്പ്, അവൻ്റെ മടങ്ങി വരവ് വരെ എല്ലാം തിരുവെഴുത്തുകളിൻ പ്രകാരമല്ലേ. ആ ജനനത്തിന് 700 വർഷം മുമ്പേ അത് പ്രവചിച്ചില്ലേ? വേറെ ആരെക്കുറിച്ച് അങ്ങനെ പ്രവചിച്ചു? മരണവും മരണ സമയം വരെ പ്രവചിച്ചില്ലേ? സകല കാര്യങ്ങളും പ്രവചിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ. തൻ്റെ മരണത്തിന് മുമ്പ് താൻ പറഞ്ഞില്ലേ അത്തി ഉണങ്ങിപ്പോകുമെന്ന്? പറഞ്ഞതുപോലെ ഉണങ്ങിയോ ഇല്ലയോ? പിന്നത്തേതിൽ ആ അത്തി തളിർത്തു വരുമെന്ന് പറഞ്ഞില്ലേ? തളിർത്തോ ഇല്ലയോ? യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമെന്ന് പറഞ്ഞില്ലേ? കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും വ്യാധികളും, മഹാവ്യാധികളെ, അതൊന്ന് കഴിഞ്ഞു പോയില്ലേ? ഇപ്പോൾ പറഞ്ഞതെല്ലാം സംഭവിച്ചില്ലേ? ആ കാലം നോഹയുടെ കാലം പോലെയായിരിക്കും, അത് ലോത്തിന്റെ കാലം പോലെയായിരിക്കും. എന്താ നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത? മനുഷ്യക്കുഞ്ഞുങ്ങൾ ആരും അറിഞ്ഞില്ല. ജലപ്രളയം വന്നവരെ തുടച്ച് നീക്കിയപ്പോഴാണ് അവരറിഞ്ഞത്. അയ്യോ, ഊരയിലൊരു തണുപ്പ്, എന്നാ കുഞ്ഞെന്നാമേ ഒരു തണുപ്പ്, അയ്യോ, അത് വെള്ളം വന്ന് നമ്മളെ ഒഴുക്കിക്കൊണ്ട് പോകുന്നതാ. നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളല്ലേ, നമ്മളെ അങ്ങനെ വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകാൻ കൊള്ളാവോ? നമ്മളെ വെള്ളം തെളിച്ചെടുത്തതല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോക്കടിക്കും. കുഞ്ഞന്നാമ്മയും പോവും, കുഞ്ഞവറാനും പോവും, എല്ലാം വെള്ളത്തും പുറ പോവും. യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ, അതിനെ ആർക്കും തുച്ഛീകരിക്കാൻ കഴിയില്ല. വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ആമേൻ ആമേൻ, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടക്കാൻ കഴിയില്ല. അത് വെള്ളത്താലും ആത്മാവിനാലുമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്ന കാര്യമല്ല. വചനമാകുന്ന വിത്ത് ഒരുക്കപ്പെട്ട നിലത്തിലേക്ക് കൊണ്ടുവരണം. അതിനൊത്തിരി നിഴലുകളും തെളിവുകളും ഉണ്ട്. ഇന്നലെ സന്ധ്യക്കത്തെ മെസ്സേജിൽ നമ്മളത് പറഞ്ഞു. നമ്മുടെ നിഴലാണ് സമാഗമന കൂടാരം. യേശു ക്രിസ്തുവിന് നിഴലാണ് സമാഗമന കൂടാരം. ദൈവസഭയ്ക്ക് നിഴലാണ് സമാഗമന കൂടാരം. ആ സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലേക്ക് വരുമ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ ദീർഘമായി പഠിച്ചിട്ടുള്ളവരാണ്. പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലാണ് അത് തുടങ്ങുന്നത്, കൂടാരത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച്. പക്ഷേ അതിന് മുൻപേ പറഞ്ഞു തുടങ്ങണം പല കാര്യങ്ങളും. അപ്പോൾ 25-ാം അധ്യായത്തിൻ്റെ ആരംഭ പാരഗ്രാഫിൽ അത് പണിയുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 2-ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് കൂടാരത്തിൽ ഒത്തിരി ഉപകരണങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ആദ്യം പറയുന്നത് പെട്ടകം ഉണ്ടാക്കുന്ന കാര്യമാണ്. പെട്ടകമാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഏറ്റവും അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകം ഉണ്ടാക്കിയിട്ടാണ് ബാക്കി എല്ലാം ഉണ്ടാക്കുന്നത്. എന്താ അത് വിളിച്ചു പറയുന്നത്? ആ ക്രമം എന്താ നമ്മളോട് സംസാരിക്കുന്നത്? അതൊരു ക്രമമല്ലേ? അതൊരു തക്സായല്ലേ? എന്താ ആ തക്സ നമ്മളോട് പറയുന്നത്? ഹൃദയം ആദ്യം ഒരുക്കപ്പെടണം. കുഞ്ഞുങ്ങളുടെ തലയിൽ വെള്ളം തെളിച്ചാൽ ഹൃദയം ഒരുങ്ങുമോ? എന്ത് ഭ്രാന്തായി പറയുന്നത്? ഹൃദയം എങ്ങനെയാണ് ഒരുക്കുന്നത്? നിരപ്പിൻ്റെ വചനം ഘോഷിച്ചുകൊണ്ടാണ് ഒരുവൻ്റെ ഹൃദയം ദൈവത്തോട് നിരപ്പിക്കുന്നത്. അമ്മയപ്പന്മാരുടെ മക്കളെ ഹൃദയം ദൈവത്തോട് നിരപ്പിക്കുന്നത് എങ്ങനെയാ? നിരപ്പിൻ്റെ വചനം ഘോഷിച്ചുകൊണ്ട്. അങ്ങനെ നിരപ്പിക്കണം. ഹൃദയം ആദ്യം ഒരുക്കപ്പെടണം. ഹൃദയം ഒരുക്കപ്പെട്ട ഹൃദയത്തിലേക്ക് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം വന്ന് വാസം ചെയ്യും. പിന്നെയാണ് ബാക്കി പണികളൊക്കെ. പിന്നീടാണ് ബാക്കി പണികളൊക്കെ. ഇതാണ് പാറ്റേൺ, ഇതാണ് പർവ്വതത്തിലെ മാതൃക. ഇത് മാറ്റാൻ പറ്റത്തില്ല, ഇത് ഒരു കാലത്തും മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ബോധ്യത്തോടെ പറയുന്നത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കണി കാണത്തില്ല. പച്ചവെള്ളത്തിന് ഒരു മനുഷ്യനെയും വീണ്ടും ജനിപ്പിക്കാൻ കഴിയില്ല. യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞില്ല പച്ചവെള്ളം നിങ്ങളെ ആത്മീയമായി ജനിപ്പിക്കുമെന്ന്. തൻ്റെ വചനത്താലാണ് വീണ്ടും ജനിക്കേണ്ടത്. അതിനെക്കുറിച്ചൊരു പ്രസംഗം ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സൈറ്റിലുണ്ട്. വീണ്ടും ജനനത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരവിടെ പോയി കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക, നിങ്ങളുടെ നിത്യത ഉറപ്പിക്കുക. ഒരു ഞാണിമെക്കളിയുടെ ആവശ്യമുണ്ടോ? പാരമ്പര്യത്തിൻ്റെ പേരിൽ വാദിച്ചും ഈ ഓർഗനൈസേഷൻ്റെ പേരിൽ വാദിച്ചും വൃഥാഭിമാനികളായി നമ്മൾ പരസ്പരം പോരടിക്കേണ്ടവരല്ല സഹോദരങ്ങളെ. നമ്മളാരും പോരടിക്കേണ്ടവരല്ല. പോരടിച്ചാൽ നമുക്ക് എന്ത് നേടാൻ കഴിയും? ഈ ഭൂമിയിൽ എന്ത് നേട്ടം കിട്ടും? ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾ ഈ പറയുന്നത് സത്യസുവിശേഷമാണ്, മാറ്റമില്ലാത്ത വചനങ്ങളാണ്. ഇതിനപ്പുറം ഒരു സുവിശേഷമില്ല. ഇതിനപ്പുറം പറയുന്നവനെല്ലാം കള്ളനും കവർച്ചക്കാരനുമാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോസ്തലന്മാർ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായ സുവിശേഷം അറിയിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളുടെ കമൻസുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സംസാരിച്ചത്. പലരും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾ
അതെല്ലാം വളരെ ഹൃദയവേദനയാണ്. വ്യക്തിപരമായി അതുകൊണ്ടൊന്നും നമുക്കൊരു ദോഷവുമില്ല. പക്ഷെ അവരുടെ ആ എഴുത്തുകളൊക്കെ കാണുമ്പോൾ ദൈവമേ, ഈ മനുഷ്യരൊന്നും സത്യം അറിയുന്നില്ലല്ലോ, ഇരുട്ടിൽ കിടന്ന് തപ്പിത്തടയുകയാണല്ലോ, ഇരുട്ടിൽ കിടന്ന് തപ്പിത്തടയുക. യേശുക്രിസ്തു ക്രൂശിൽ സ്ഥാപിച്ച, അല്ലെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ സാധിപ്പിച്ചെടുത്ത ആ മഹത്വരമായ രക്ഷ ആസ്വദിക്കാതെ, അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് ഒരുവൻ മാറ്റപ്പെടുകയാണെങ്കിൽ അതിനുശേഷം ഒരു അനിതയും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. അനിത എന്ന് പറഞ്ഞാൽ ഏതനിത? ആ അനിതയല്ല. അതിനുശേഷം ഒരു അനിതയും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല, ഒരു ഒപ്പീസും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. അതെല്ലാം കടലിൽ കലക്കിയ കായം പോലെ ഇരിക്കും. കടലിൽ കായം കലക്കി എങ്ങനെ ഇരിക്കും? അതെല്ലാം കടലിൽ കലക്കിയ കായം പോലെ ഇരിക്കുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിയുപദേശം നൽകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനെ ഭയപ്പെടുക. അവൻ്റെ സന്നിധിയിൽ വീഴുന്നത് അനുഗ്രഹമാണ്. അവൻ്റെ സന്നിധിയിൽ വീഴുന്നത് ഒരിക്കലും തോൽവിയല്ല, അതൊരു അനുഗ്രഹമാണ്. നമ്മൾ വൃഥാഭിമാനികളാകരുതെന്ന് ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറയുകയാണത്. വ്യർത്ഥമായ പാരമ്പര്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട് യഥാർത്ഥ പാരമ്പര്യത്തിലേക്ക്, അപ്പസ്തോലികമായ പാരമ്പര്യങ്ങളിലേക്ക് മടങ്ങി വരിക. പഴയ പാതയിലേക്ക് മടങ്ങി വരിക. പഴയ പാതയിൽ മടങ്ങി വന്ന് ഉപദേശം കൈക്കൊള്ളുക. അവനെ രുചിച്ചറിയുക. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനെ ശരണം പ്രാപിച്ച് അവനെ രുചിച്ചറിഞ്ഞ് അഭിമാനത്തോടെ, തികഞ്ഞ ബോധ്യത്തോടെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത്. തികഞ്ഞ ബോധ്യത്തോടെ, അനുഭവത്തിൽ നിന്നാണ് പ്രസ്താവിക്കുന്നത്. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ട അനേക മനുഷ്യര് തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. ക്രൂശിന്റെ ദർശനം പ്രാപിക്കാതെ വെറുതെ പൊൻകുരിശിന്റെയും മരക്കുരിശിന്റെയും വെള്ളിക്കുരിശിന്റെയും ഒക്കെ മുമ്പിൽ പോയി കുമ്പിട്ട് വിഗ്രഹാരാധികളായി മാറുകയാണ് ജനം. ദൈവം അതല്ല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ ദൈവത്തിന്റെ മുമ്പിലേ കുമ്പിടാൻ പാടുള്ളൂ. ക്രൂശ് ഒരു വിഗ്രഹമായി മാറരുത്. ക്രൂശ് എന്ന് ഞങ്ങളും എപ്പോഴും പറയുന്നതാണ്. ക്രൂശ് എന്ന് പറഞ്ഞാൽ മരക്കുരിശ് എന്നുള്ള അർത്ഥത്തിലല്ല. അതിന് ആത്മീയ അർത്ഥങ്ങളുണ്ട്, ആഴങ്ങളുണ്ട്, ഗൗരവമുണ്ട്. അതെല്ലാം ഗ്രഹിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം പ്രിയപ്പെട്ടവർക്കെല്ലാം സാധിക്കട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.